ഞാൻ ഈ പറയുന്ന കമലിൻ്റെയും രജനിയുടെയും ഒപ്പം ദേ ഒരു പുതിയ പയ്യൻ വന്ന് ഡാൻസും ചെയ്യുന്നു, സ്റ്റൈൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര അവസാനം ഒരു ഡിസ്കോയിൻ്റെ അംബാസഡറായിട്ട് മാത്രമായിട്ട് ഞാൻ ഒതുങ്ങിപ്പോയി. അവർക്ക് പെട്ടെന്ന് പുതിയതായിരുന്നു ഞാൻ ഇങ്ങനത്തെ പുതിയ കാര്യം. കാരണം മഹാഭാരതത്തിൻ്റെ കഥ പറഞ്ഞ് പാഞ്ചാലി ചൗധം പറഞ്ഞുകൊണ്ട് സ്റ്റീൽ വിൽക്കുന്നു. ഐ ഈറ്റ് സിനിമ, ഡ്രിങ്ക് സിനിമ, സ്ലീപ്പ് സിനിമ. ദാറ്റ്സ് മൈ ലൈഫ് ആക്ച്വലി. ഞാൻ ഒരു ഭയങ്കര സീരിയസ് ആക്ടറാണെന്ന് വെച്ചാൽ നോ, നോട്ട് അറ്റ് ഓൾ. ബട്ട് ഐ എം എ പെർഫോമർ, ഐ ആം എൻ എൻ്റർടൈനർ. ഞങ്ങൾ ടാറ്റയുടെ സോൾ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഈ കൊറോഷൻ ടെസ്റ്റിൻ്റെ ചെയ്യും. ബിർള സെമിനിൻ്റെ ഓൾ കേരള സെയിൽസ് പ്രൊമോട്ടറായിരുന്നു ഞാൻ. അല്ലെങ്കിൽ അന്ന് തട്ടിപ്പോകേണ്ട പല ഇൻഷുറൻസ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, പല ഇൻഷുറൻസ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ച് വൈ ഡോണ്ട് ഐ ഡു എ ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ളത് 2005 ആയപ്പോൾ. അപ്പോൾ ഈ ഡ്രോയിങ് നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ അമ്മ എന്നെ കളിയാക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സിനിമ എന്ന് പറഞ്ഞ് ഞാൻ പോയി. മിസ്ഫിറ്റ്സിൽ ഇന്ന് നമ്മോടൊപ്പം രവീന്ദ്രൻ സാറാണ് കൂടെ ഉള്ളത്. നമുക്ക് അറിയാം അദ്ദേഹം ഒരു നടനാണെന്നറിയാം, അദ്ദേഹം ഫെസ്റ്റിവൽ ക്യൂറേറ്റർ ആണെന്നറിയാം, അദ്ദേഹം സിനിമയ്ക്ക് കഥ എഴുതിയിട്ടുണ്ടെന്നറിയാം. ഇനിയിപ്പോൾ നമുക്ക് അറിയില്ലാത്ത കുറേ സൈഡുകളുണ്ട്, അതാണ് നമ്മൾ ചോദിക്കുമ്പോൾ. നമസ്കാരം സാർ. സാറ് എന്തുണ്ട് വിശേഷം എന്ന് പറഞ്ഞ് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സാർ എല്ലാ തരത്തിലുള്ള, ഇപ്പോൾ സാറിൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മളെ പേടിപ്പിച്ച റോളുകൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്രൂരനായിട്ടുള്ള വില്ലനായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് ഭയങ്കര പ്രേമലോലുപനായിട്ടുള്ള റോളുകൾ ചെയ്തിട്ടുണ്ട്. ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എന്താ പറയുക, നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റീനെ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റീനെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത റോളുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് മാത്രമല്ല ഒരു റോളിലും കുടുങ്ങിപ്പോയിട്ടുമില്ല, പല പല എക്സ്റ്റെൻറ്റുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ പിന്നെ ഇപ്പം ഈ തിരിച്ചുവരവിൻ്റെ എന്താ പറയുക, ഒരു 2000 കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് നോക്കുമ്പോഴേക്കും നമ്മൾ ഇത്രയും സന്തോഷിപ്പിച്ച മറ്റൊരു മനുഷ്യനും ഇല്ല. അതായത് വാഴയിലാണെങ്കിൽ ബെനി ബ്രോ എന്ന് പറഞ്ഞ് അടിച്ച് പൊളിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടുമ്പോഴേ എന്തിന്റെ വിശേഷം എന്നല്ലാണ്ട് എന്ത് ചെയ്യാൻ ചോദിക്കാനായിട്ട്? എന്ത് വിശേഷങ്ങളേ ഉള്ളൂ. ഉണ്ട് ഒരുപാട് വിശേഷം. എന്തിന്റെ വിശേഷം എന്ന് ചോദിച്ചാൽ ഉണ്ട് ഒരുപാട് വിശേഷങ്ങൾ. സാർ, നമ്മളെ ഇപ്പോൾ സിനിമയുടെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, സാർ സിനിമാ താരമാണെന്നറിയാം, സാർ ചെയ്തിരിക്കുന്ന റോളിനെ പറ്റി അറിയാം, സാറിന് കിട്ടിയിരിക്കുന്ന ബ്രേക്കുകളെ പറ്റി അറിയാം. ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ സാറിൻ്റെ അത്ര ഡൈഹാർഡ് ഫാൻസ് പറയുന്നുണ്ട്, ഒരു കാലത്ത് നമ്മൾ കമൽ സാറിനെയും രജനി സാറിനെയും ആ ഹൈപ്പിലേക്ക്, അല്ലെങ്കിൽ ആ ഹൈപ്പിൻ്റെ അതേ ഹൈപ്പ് തന്നെ നമ്മൾ രവീന്ദ്രനും കൊടുത്തിരുന്നൊരു ടൈം. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പിന്നെ പല സഹനടൻ വേഷങ്ങളും വില്ലൻ വേഷങ്ങളും അങ്ങനെ പല സംഗതികൾ ചെയ്ത ഞങ്ങളുടെ ഒരു ആവേശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിയാൻ പാടാത്തൊരു സൈഡ് ഞാൻ ചോദിക്കാം അധികം ആളുകൾക്ക്. സാറ് ഫെസ്റ്റിവൽ ക്യൂറേറ്റർ ആണ്, ഒരുപാട് ഫെസ്റ്റിവൽസ് ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും ആ ഒരു റോള് മാത്രം ഞങ്ങൾ നാട്ടുകാരെ അറിയിക്കാണ്ട് വെച്ച് എന്തായിരിക്കും? കുറച്ച് പേർക്ക് മാത്രമേ ആരും അറിയിക്കാണ്ട് വെച്ചതല്ല അത്. അതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ കാണുന്നത് പറഞ്ഞാൽ പോപ്പുലർ വശമാണ്. അപ്പോൾ അത് പോപ്പുലർ വശമാണ്. നിങ്ങൾ ഇറ്റ്സ് എ ഹ്യൂമൻ സൈക്കോളജി, നമ്മൾ കുറ്റം പറയുകയല്ല. ഇപ്പം ഞാൻ പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുക, അപ്പം നമ്മൾ ഇഷ്ടംപോലെ കളറുണ്ട് നിങ്ങളുടെ ഈ ചുറ്റും, മനസ്സിലായി. പക്ഷെ ആദ്യം നിങ്ങൾ ഈ റെഡ് കളർ പെട്ടെന്ന് ഡോമിനേറ്റ് ചെയ്യും നമ്മുടെ കണ്ണിനെ. നമ്മൾ ആദ്യം കാണുന്നത് ചിലപ്പോൾ റെഡ് കളർ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇഷ്ടമുള്ളതിനെയാണ് ആദ്യം നമ്മൾ കാണുക. നമുക്ക് എന്താ ആവശ്യമുള്ളത് വെച്ചാൽ അതേ കാണുള്ളൂ. ഇപ്പം നമ്മൾ ഒരു പറ്റാൻ പോകുന്നു, അതിനിടയിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി പോയാൽ നിങ്ങൾ അത് ആദ്യം കാണുള്ളൂ, ബാക്കി ഒന്നും കാണില്ല. ചിലപ്പോൾ ചില മജീഷ്യൻസ് അങ്ങനെ ആരെ വരെ കൊണ്ടുപോയാൽ ചിലപ്പോൾ കാണാതെ പോകും. അവർ നമ്മൾ കാണാതെ പോകുന്നതാണ്. അപ്പം അങ്ങനെ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തെ ഒരു പോപ്പുലർ വശം ഉണ്ടായപ്പോൾ മറ്റേ വശം ആരും അതിനെ ശ്രദ്ധിച്ചില്ല. അത് നമുക്ക് ഇപ്പുറത്തെ കാര്യം ബെന്നി ബ്രോ, ഇടുക്കി ഗോളിൽ വന്നിട്ടുള്ള നമ്മൾ ഏച്ചൻ്റെ കഥാപാത്രങ്ങൾ, കിളിബോയിലെ കഥാപാത്രങ്ങളൊക്കെ വന്നിട്ടുള്ള, അല്ലെങ്കിൽ അതിന് മുന്നത്തെ ഹിറ്റ്സ് അല്ലേ, അതെ, അത് അങ്ങനെ ആ തരത്തിലേക്ക് അവർ അതിനെ നോക്കുകയും പിന്നെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോപ്പുലർ ആക്കിയത് മിമിക്രിയുടെ ആൾക്കാരാണ്. അവരുടെ ഈ ഡിസ്കോ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ അവർ എടുത്തിടെ കെട്ടും കെട്ടി മുടിയും വെച്ച് ഗിത്താറും വെച്ച് ഈ സാധനം വന്ന് ജനങ്ങളെ മുഴുവനും ഒരുപാട് പേര് അതുകൊണ്ട് ഉപജീവനം ചെയ്തിട്ട് എൻ്റെ അടുത്ത് പലരും അത് പറയും. അപ്പം ഞാൻ പറയും നിങ്ങൾ ചെയ്യാൻ. ഞാൻ ഒരുമിച്ച് എൻ്റെ മിമിക്രി ചെയ്ത ആൾക്കാരുമായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. അതായത് സാറിന് ആ റോള് ചെയ്തിട്ട് അവർ വരുമല്ലോ സ്റ്റേജിലേക്ക്, അപ്പൊ കിട്ടുന്നൊരു കയ്യടി ഉണ്ട്. അത് മതി ആ മനുഷ്യനെ ജീവിക്കാൻ. അതെ, അത് ഞാൻ പറയുന്നത് പറഞ്ഞാൽ അത് അവരിലൂടെയാണ് ഞാൻ രണ്ടാമത്
സിനിമ അഭിനയിക്കാതിരുന്നപ്പോൾ ജീവിച്ചത്. അപ്പോൾ എന്നെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നതിൽ വന്നിട്ട് വലിയൊരു പങ്ക് വഹിച്ചത് ഈ മിമിക്രിക്കാരാണ്. അപ്പോൾ അത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അതങ്ങ് പോപ്പുലറായി പെട്ടെന്ന്. കാരണം പെട്ടെന്നാണ് മിമിക്രി ഒരു ആർട്ട് ഭയങ്കര പോപ്പുലറായത്. ഭയങ്കര പോപ്പുലറായി. പ്രോഗ്രാം ഒഴിഞ്ഞ സമയങ്ങളില്ലാതെ ആയി മാറുന്ന ഒരു അവസ്ഥ ശരിക്കും മിമിക്രിക്കാർക്ക് കിട്ടി. എല്ലാ കലകാരും. കാരണം അതിനു മുമ്പ് അങ്ങനെ ഒരു ആർട്ടിന് ഇത്രയധികം വന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം മറ്റ് നാടകവേദി ഉണ്ടാവും, ഉത്സവപ്പറമ്പിൽ നാടകം ഉണ്ടാവും, എല്ലാത്തിനെയും കവച്ച് വെച്ചിട്ട് ഈ മിമിക്രി പെർഫോമൻസിന് വന്നിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് കിട്ടി. അവിടെ ഞാൻ ഈ പറയുന്ന ഡിസ്കോ രവീന്ദ്രൻ അവരുടെ കൂടെ അങ്ങ് വന്നപ്പോൾ മറ്റു വശങ്ങളൊന്നും ആൾക്കാർ കാണാതെ ഇരിക്കും. അപ്പോൾ ഞാനതിനെ ഒന്നും ചിന്തിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതെന്ന് പറഞ്ഞാൽ ഇവനൊരു ഡിസ്കോ രവീന്ദ്രൻ. ഞാനതാ പറയുന്നത്. അതായത് സാറിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറ് പേടിപ്പിച്ചിട്ടുള്ള വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് പോലും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ കമൽ ഹാസൻ, രജനി സാർ ആ ഒരു ലെവലില് ഒരു എന്താ പറയുക ഹിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഹിറ്റ് അടിച്ചിട്ടുണ്ട് നായകനായിട്ടും. അപ്പൊ അതൊക്കെ വിട്ടിട്ട് ഒരു ഡിസ്കോ ചെയ്യുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന ഒരാളായിട്ട് മാത്രം ഒതുങ്ങി അല്ലേ? അത്ര മാത്രമായി മാറി. ഞാൻ അതിന് ബേസിക്കലായിട്ട് അവസാനം ഒരു ഡിസ്കോയിൻ്റെ അംബാസഡറായിട്ട് മാത്രമായിട്ട് ഞാൻ ഒതുങ്ങിപ്പോയി. ഞാനതിനൊന്നും വലിയ കുഴപ്പം കണ്ടില്ല. കാരണം ഞാൻ അതും എനിക്ക് ഗുണകരമായിട്ട് ഞാൻ മാറ്റി. കാരണം എൻ്റെ അടുത്ത വരവിലേക്ക് അത് എനിക്ക് അടുത്ത ജനറേഷനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇതെനിക്ക് ഭയങ്കര ഒരു സത്യം. അതായത് ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്ക് വരെയും രവീന്ദ്രൻ എന്ന് പറഞ്ഞ നടനെ അറിയാം. രവീന്ദ്രൻ എന്ന് പറഞ്ഞ നടനേക്കാൾ കൂടുതൽ രവീന്ദ്രൻ എന്ന് പറഞ്ഞ പെർഫോമറിനെ അറിയാം എന്ന് പറയുന്നത്. അല്ല, അതാണ് ഗുണം കിട്ടിയത്. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ ഈ ഇടുക്കി ഗോൾഡില് അവര് എൻ്റെ ടൈറ്റിൽ ഇട്ട പേരെന്താ അറിയാവോ? ഡിസ്കോ രവീന്ദ്രൻ. ശരി. ഞാൻ എന്നിട്ട് പോയിട്ട് ആ ഗ്രാഫിക്ക് മാറ്റിക്കുകയോ ചെയ്തത്. ഞാൻ കഥ ഞാൻ എവിടെയോ എങ്ങനെ വെച്ചിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര വിഷയമായിപ്പോയി. അവസാനം കോസ്റ്റ് അത്രയും ഗ്രാഫിക്ക് രണ്ടാമത് റിവ്യൂ ചെയ്യേണ്ടി വന്നു. ഞാൻ ചതിക്കല്ലേ എന്ന് പറഞ്ഞു. അതെന്താ പറഞ്ഞത്? കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു ഭാരമായിട്ട് ഞാൻ പിന്നെ എനിക്കത് മാറുമെന്ന് പറഞ്ഞു. കാരണം അല്ലല്ലോ ചേട്ടൻ അതിൻ്റെ ഒരു പോപ്പുലർ ഉണ്ട്. മധുവൊക്കെ എല്ലാം പറയാ നമ്മുടെ കുമ്പളിക്ക് നൈസ്. ചേട്ടനത് അറിയില്ലാത്ത ഞാൻ പറഞ്ഞു അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ അതല്ലല്ലോ, മനസ്സിലായി. ഞാനത് മാത്രമല്ലല്ലോ. എൻ്റെ ഐഡൻറ്റിറ്റി എനിക്ക് അവിടെ നഷ്ടപ്പെടുകയാണല്ലോ. ഞാൻ ഡിസ്കോ രവീന്ദ്രൻ എന്ന് മാത്രം അറിയപ്പെടുമ്പോൾ അതിനിപ്പുറത്ത് നിന്ന ഞാനൊരു ലോക സിനിമേനെ ഇഷ്ടപ്പെട്ട ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടുവന്ന 2005 മുതൽ നടത്തിയിരുന്ന ഞാൻ ഈ സിനിമയിൽ നിന്ന് പപ്പട സ്വന്തം അപ്പൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഏത് ദൗത്യത്തിന് വേണ്ടി മാറിയോ അത് മൊത്തം വന്ന് വെള്ളത്തിലാവുമല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കേ. ഞാൻ എടുത്ത പ്രയത്നം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ വലിയൊരു ലൈബ്രറി എൻ്റെ കയ്യിലുള്ള, ഞാൻ വായിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് സമയങ്ങൾ ചെലവഴിച്ച ഒരു മനുഷ്യനാണ്. എനിക്കറിയാം, വീട്ടിലൊരു വലിയ റൂമിൽ നിറച്ച് പുസ്തകമില്ല. എൻ്റെ ഇഷ്ടംപോലെ DVD മാത്രം ഞാൻ പുസ്തകങ്ങൾ മാത്രമുണ്ട്. അത്രയധികം വന്നിട്ടുള്ള വലിയൊരു ലൈബ്രറി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിന് വീഡിയോ ലൈബ്രറീസ് ഉണ്ട് എൻ്റെ കയ്യിൽ വന്നിട്ടുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസിലെ ലൈക്ക് ഇപ്പോൾ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നു 1000-500ഓളം വീഡിയോ ക്ലാസ്സസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അമേരിക്കൻ പ്രൊഫസേഴ്സിൻ്റെ സൈക്കോളജിയെ കുറിച്ചിട്ടുള്ളത്, ഫിലോസഫിയെ കുറിച്ചിട്ടുള്ളത്, എല്ലാ ചരിത്രത്തിനും എൻ്റെ കയ്യിൽ ഗ്രേറ്റ് മാസ്റ്റേഴ്സിൻ്റെ വന്നിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് ഉണ്ട് ആക്ച്വലി വന്നിട്ടുള്ളത്. അതിന് വീഡിയോ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളുണ്ടല്ലോ, അതെല്ലാം ഞാൻ ഒരുപാട് കളക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് 12,000 GB മെറ്റീരിയലാണ്. അപ്പം ഞാൻ രാത്രിയും പകലും കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന സമയമുണ്ട് ഇത് കണ്ടുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ. നമ്മൾ ഈ അറിവ് സമ്പാദിക്കുന്നതിനകത്തൊരു പ്ലഷർ കാണുമ്പോൾ അത് ഇറ്റ്സ് എ ഹുക്ക് ആക്ച്വലി. എനിക്ക് അറിയില്ലാത്തതാണ്. നമ്മൾ തേടലിൻ്റെ ഒരു ഭാഗത്തിലേക്ക് എത്തുകയാണ്. മനസ്സിലായ ഈ പ്രിഫേഴ്സ് ഇൻഡെക്സിലേക്ക് എത്തുമ്പോൾ അത് റെഫർ ചെയ്യുന്ന അടുത്ത ബുക്ക് വരും. എൻ്റെ എല്ലാ നോൺ ഫിക്ഷൻ ബുക്സുകളാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് അടുത്തൊരു സബ്ജക്റ്റിലേക്ക് നമ്മളെ നയിക്കുകയാണ്. അത് അടുത്തൊരു സബ്ജക്റ്റിലേക്ക് നയിക്കുകയാണ്. അപ്പം ഞാൻ പറയാന്ന് പറഞ്ഞാൽ ഞാൻ ഈ 80കളുടെ ലാസ്റ്റിൽ രജനീഷ്, ജെ കൃഷ്ണമൂർത്തിയുടെയൊക്കെ പുസ്തകങ്ങൾ ഒരുപാട് വായിക്കും. രജനീഷ് എന്ന് പറയുമ്പോൾ ഓഷോ അല്ലേ? ഓഷോ. അപ്പം ഓഷോയുടെയും വന്നിട്ടുള്ളതിനകത്തേക്ക് ഓഡിയോ കാസറ്റുകൾ കേൾക്കുക. അങ്ങനെ അതേപോലെ തന്നെ മിത്തുകളെ കുറിച്ചിട്ട് പഠിക്കുക,
ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസിലേക്ക് അവരുമായിട്ട് ചേർന്ന് നിൽക്കുക. അപ്പോൾ സിനിമയുടെ സ്റ്റഡീസിനോടൊപ്പം തന്നെ വന്ന് ഇത്തരത്തിലുള്ള അതേപോലെ ഇൻ്റലക്ച്വൽസിൻ്റെ വന്നിട്ടുള്ള തോട്ടിലൂടെ വന്നിട്ടുള്ള യാത്ര ചെയ്യുക. കാരണം ഇതൊക്കെ സിനിമേനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ലൈക്കുന്നു ഫ്രഞ്ച് ചിന്തകരുടെ ചിന്തകൾ വന്നിട്ടുള്ളത് ഒരുപാട് മാറ്റം ഉണ്ടാക്കിയാണ് ഒരു ഞാൻ വരുന്ന എൻ്റെ യൂത്ത് ഒരു കൾച്ചറൽ റെവല്യൂഷൻ 60s 70s നടക്കുന്ന അതിനെ കണ്ടുകൊണ്ട് വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ. ആ കൾച്ചർ റെവല്യൂഷൻ്റെ ഭാഗമായിരുന്നു ഞാൻ. ലൈക്ക് വുഡ്സ്റ്റോക്ക് എന്ന് പറയുന്ന മ്യൂസിക്കിൻ്റെ ഒരു ഫെസ്റ്റിവലുകൾ നടക്കുന്ന കാലഘട്ടത്തിലൂടെ മ്യൂസിക്കിൻ്റെ ലോകത്തിലൂടെയൊക്കെ ചേരപ്പെട്ട് ലൈക്ക് ജിമി ആൻഡ്രിക്സിനെ കുറിച്ചിട്ടും സെന്താനെ കുറിച്ചിട്ടുള്ള എൻ്റെ കുട്ടിക്കാലം അങ്ങനെ ഞാൻ ആ ലോകത്തിൽ നിന്ന് സിനിമയുടെ ഒരു ലോകത്തിലേക്ക് പറിച്ചു നടപ്പെട്ട് അവിടെ നിന്ന് വെസ്റ്റേൺ തോട്ട് പ്രോസസ്സിൻ്റെ അകത്തിലേക്കുള്ള ചിന്തകളിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്ന ഒരു വഴിയിലേക്ക് എത്തുക എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവിതം എന്നുള്ളത് അടയാറിൽ. അവിടെ നിന്നാണ് ഞാൻ ഇതിനെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ഇനിയൊരു പ്രാക്ടിക്കൽ ഈ തിയറി പഠിച്ചതിൽ നിന്ന് ഒരു പ്രാക്ടിക്കലിറ്റിയിലെ ലൈഫിലേക്ക് മാറാൻ വേണ്ടിയാണ് ഞാൻ പപ്പയുടെ സ്വന്തം അപ്പൂസ് കഴിഞ്ഞപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഞാൻ നിർത്തുകയാണ്. എനിക്ക് കിട്ടിയൊരു പ്ലാറ്റ്ഫോമായിരുന്നു ഞങ്ങളുടെ കമ്പനിയിലേക്കുള്ള എൻ്റെ കയറ്റം. സാർ അത് ഇപ്പോൾ എന്താ പറഞ്ഞാൽ ബ്രേക്കിന് മുന്നേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരിക്കൽ സാറിനെ കാണണം, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ഫിലിം ഫെസ്റ്റിവലിൽ സാർ നിൽക്കുവാണ്. അപ്പോൾ എനിക്കിത് സാറാണ് ക്യൂറേറ്റ് ചെയ്യുന്നതെന്ന് അറിയാം, എങ്കിലും എനിക്കൊരു പേടിയുണ്ടോ എന്ന് സംസാരിക്കാൻ. കാരണം നമ്മൾ നോക്കുമ്പോഴത്തേക്കും വലിയ ഫിഗർ ആണല്ലോ. അപ്പൊ ഞാൻ വന്ന് പേടിച്ചുകൊണ്ട് വലിയ ഫിഗർ അല്ല അങ്ങനെയല്ല, നമ്മൾ സിനിമയിൽ കാണുന്ന വലിയ ഫിഗർ ആണല്ലോ. പിന്നെയും പറഞ്ഞാലും നമ്മൾ സാറിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അറിയുന്നത് സാർ ലോക സിനിമയുടെ പിന്നാലെ പോകുന്ന ഒരാള്, എഴുതുന്ന ഒരാള്, അതൊക്കെയാണ് നമ്മളറിയുന്നത്. അപ്പൊ ഞാൻ വളരെ പേടിച്ചിട്ട് വന്നിട്ട് സാർ ഞാൻ ഏതൊരു സിനിമയെ കുറിച്ച് സാറിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നൊരു പയ്യനോട് സാർ അങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. സാറ് ഭയങ്കര സന്തോഷമായിട്ട് സാറിങ്ങനെ സാറിന് മൊത്തം ഒരു പാഷൻ എടുത്ത് അങ്ങ് സംസാരിക്കുക. അപ്പോൾ ഇത് ഈ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിലുള്ള സന്തോഷം കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സാറിൻ്റെ ഹോംവർക്കുകൾ എങ്ങനെ നടക്കുന്നത്? എല്ലാ സിനിമകളും കാണുന്നുണ്ടല്ലോ, ഒരുപാട് സിനിമകൾ. ഞാൻ ഇതിനകത്ത് പാഷനേറ്റാണ്. അപ്പം എന്താ പറഞ്ഞാൽ സിനിമകൾ കാണുക, വായിക്കുക, അതിലൂടെ ജീവിക്കുക. ഞാൻ അത് ആലോചിച്ചുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുക. ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഭയങ്കര സന്തോഷം തരുന്ന ഒന്നാണ് ശരിക്ക്. സിനിമയെക്കുറിച്ച് സംസാരിക്കുക ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അറിയില്ല, ഇപ്പൊ ഞങ്ങൾ എന്നെ ട്രിഗർ ചെയ്ത് വിട്ടാൽ ഞാൻ എത്ര നേരം സംസാരിച്ചു, എത്ര നേരം വാചകടിച്ചോ ഒന്നും എനിക്കറിയാൻ പറ്റില്ല. ഭയങ്കര കത്തിയായിരിക്കും. അതിന് ഞാൻ അറിയാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഐ ഈറ്റ് സിനിമ, ഡ്രിങ്ക് സിനിമ, സ്ലീപ്പ് സിനിമ. ദാറ്റ്സ് മൈ ലൈഫ് ആക്ച്വലി. സോ ഞാൻ അതുകൊണ്ട് എനിക്കിത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ഞാൻ കൂടുതൽ ത്രില്ലാവും. ഞാൻ കേട്ടിട്ടുണ്ട് സാറിന് ഒരു കാലത്തെ ഈ ഫെസ്റ്റിവൽ ബേർഡ് അല്ലെങ്കിൽ എന്താ പറയുക ഈ ഫെസ്റ്റിവൽ തിരക്കി നടക്കുന്ന ഒരാളെന്നുള്ളൊരു വിളിപ്പേര് ഒരുപാട് എന്നെ ആ സമയത്ത് കളിയാക്കിയിരുന്നൊരു പേര് കൂടിയാണ്. ചിലപ്പോൾ ആ നടത്തുമായിരിക്കും ഇതിനകത്തുള്ള വേറൊരു ഹോംവർക്ക് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഡൽഹി ഫെസ്റ്റിവൽ ഉണ്ടാകുമ്പോൾ പണ്ട് ഫെസ്റ്റിവൽ എല്ലാ സ്ഥലത്തേക്കും ചുറ്റി കിടക്കും. 70s അത് 80s. ഞാൻ 78 തൊട്ടാണ് ഫെസ്റ്റിവൽ ആദ്യം കാണുന്നത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ മദ്രാസിൽ വന്നിട്ട് ഈ ഫിലിം ഫെസ്റ്റിവൽ വരുവാണ്. ഓക്കെ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. അത് പിന്നെ ഒരു 4 വർഷത്തിലിരിക്കില്ലാന്നാണ്. പിന്നെ 2 വർഷമായി, പിന്നെ റെഗുലറായി. അപ്പോൾ പിന്നെ അത് പല സ്ഥലങ്ങളിലായിരുന്നു, ഒരു സ്ഥലത്ത് മാത്രമല്ല. ഡൽഹിയിൽ മാത്രമല്ല, കൽക്കട്ടയിലുണ്ടായിരുന്നു, ഭുവനേശ്വറിലുണ്ടായിരുന്നു, മുംബൈയിലുണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലത്തായിട്ട് ഈ ഫിലിം ഫെസ്റ്റിവൽ ഇങ്ങനെ യാത്ര ചെയ്യും. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻസുകൾ എല്ലായിടത്തും ഞങ്ങൾക്ക് ഒത്തുചേരാനായിട്ടൊരു സാധ്യത അവിടെ തെളിഞ്ഞു. ഞാൻ ഈ MGR സിനിമകളിൽ ആകർഷണമായിട്ട് സിനിമേനെ ഇഷ്ടപ്പെട്ട ഒരു തരം. അങ്ങനെ ഇടി സിനിമകൾ മാത്രം കണ്ട ഒരുത്തരാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതിന് മുമ്പ്. അവിടെ ചെന്നിട്ട് നമ്മൾ ലോകത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ സിനിമകളുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് അറിയാൻ തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെ അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ അറിയാതിരിക്കുമ്പോഴാണ് നമുക്ക് അത് വന്നിട്ട് ഏലിയനായിട്ട് മാറുന്നത്. ഞാൻ ഇനി ചോദിച്ചോട്ടെ സാർ, ഇപ്പോൾ അടയാറിലേക്ക് പോയി അടയാർ ഇത്രയും ഗുണങ്ങൾ സാറിൻ്റെ ലൈഫിൽ തന്നു എന്ന് പറഞ്ഞു, അടയാർ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷെ ഇതിന്റെ കൂടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സിനിമ ആക്ടിംഗ് ആണ് പഠിക്കാൻ വേണ്ടി അവിടെ പോയത്. അപ്പോൾ അഭിനയമാണ് എൻ്റെ ഒരു പ്രയോറിറ്റി 0 എന്ന് അറിഞ്ഞിട്ടാണോ അങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെയല്ല? സിനിമ അത്രേ ഉള്ളൂ സിനിമയാണ്. ഞാൻ പിന്നെയാണ് എന്നെ റിയലൈസ് ചെയ്തത്. കാരണം ഞാൻ ഒരിക്കലും
ഒരു ഈ ഫിലിം സ്റ്റോറി പഠിക്കുമ്പോഴും പിന്നീടായാലും ഇത്രയും നാളായിട്ടും വന്നിട്ട് ഒരു ആക്ടർ ആവാൻ വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ഫിലിം സ്റ്റഡീസിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചേക്കുന്നത്, ശ്രദ്ധ കൊടുത്തിരുന്നത്. അത് ഞാൻ പലപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. സോ ഐ എം എ പെർഫോമർ. ഞാൻ ഒരു ഭയങ്കര സീരിയസ് ആക്ടറാന്ന് വെച്ചാൽ നോ, നോട്ട് അറ്റ് ഓൾ. ബട്ട് ഐ എം എ പെർഫോമർ, ഐ ആം എൻ എൻ്റർടൈനർ. കാരണം ഐ ലീവ് ഇൻ ദിസ് വേൾഡ്, സോ ഐ വാണ്ടഡ് ടു എൻ്റർടൈൻ, മേക്ക് പീപ്പിൾ ഹാപ്പി. സോ ഞാൻ ആ എൻ്റർടൈൻമെൻറ്റ് എൻ്റെ ബോഡി ലാംഗ്വേജിൽ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ അതിലൂടെ എൻ്റർടൈൻ ചെയ്യാനാണ് മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ ആസ് എൻ ആക്ടറിന് ഉണ്ടാവേണ്ട ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫിലൂടെ ഞാൻ അതിലൂടെ യാത്ര ചെയ്യുമായിരുന്നെങ്കിൽ ഞാനൊരു പ്യുവർ ആക്ടറായിട്ട് മാത്രം മാറുന്ന ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. എ ഡെഡിക്കേറ്റഡ് ആക്ടർ, മനസ്സിലായില്ലേ? ആ ഡെഡിക്കേറ്റഡ് ആക്ടറായിട്ട് തന്നെ നിൽക്കുന്ന ആൾക്കാരുണ്ട് ശരിക്കും. അത് ആക്ടിങ്ങിൻ്റെ വളരെ വലിയ തലത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റും. ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സസൈസുകൾ ഞാൻ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ അതിന് ഒരു തയ്യാറെടുപ്പിനേക്കാളും കൂടുതൽ സിനിമ കാണുകയും സിനിമയെക്കുറിച്ച് വായിക്കുകയും വ്യത്യസ്തമായ ഡയറക്ടറെക്കുറിച്ച് മനസ്സിലാക്കുകയും ടെക്നോളജിയെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് ഞാൻ കൂടുതൽ ചെയ്തത്. ഡാൻസ് ചെയ്യുക, ഇത് കഴിഞ്ഞ് വേറെ ഒരു പരിപാടി എനിക്കില്ല. മ്യൂസിക് കേൾക്കുക, ഡാൻസ് ചെയ്യുക, സിനിമയെക്കുറിച്ച് മനസ്സിലാക്കുക, എനിക്ക് കാണുന്നവർ ഭയങ്കരമായിട്ട് വന്നിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു സിനിമകൾ വന്നിട്ടുള്ളത്. അതേപോലെ ഞാൻ ചെയ്യുന്ന പെർഫോമൻസ് ഒരു എൻ്റർടൈൻമെൻ്റ് ആകുമ്പോൾ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുക എൻ്റെ എല്ലാ ക്യാരക്ടറും. അത് കാരണമാണ് അത് അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം ബെന്നി ബ്രൂ ആണെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യുക. ഇപ്പം സ്ലീവ് കെട്ടിയോളന്മാരാകലെ സ്ലീവ് വാച്ചിലാണെങ്കിൽ ഞാൻ അത്ര എൻജോയ് ചെയ്തത്. ഇടുക്കി ഗോൾഡിലെ മ്ലേച്ചനാണെങ്കിൽ അതേപോലെ തന്നെ, കിളിബോയിലെ ആ ക്യാരക്ടറാണെങ്കിൽ ഞാൻ അത് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. പപ്പടിത്തൊണ്ടപ്പോൾ ആ വില്ലാണ് ഞാൻ അതിനെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ക്രൂരൻ എന്ന് പറഞ്ഞാൽ നിൽക്കും ഞാൻ. ആ ഫിറോഷ്യസ് പെട്ടെന്ന് നമ്മളിലേക്ക് ഉണ്ടാവും. അതിനെ നമ്മൾ എൻജോയ് ചെയ്യണേ ശരിക്കും. അപ്പം ബേസിക്കലി ലൈക്ക് യു നോ ഞാൻ എൻ്റെ ബോഡിയിൽ ദ വേ ഓഫ് ദ ബോഡി, ദ വേ ഓഫ് ദ മൈൻഡ്, ഞാൻ അതിനെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ ജീവിക്കാനാണ് ശ്രമിച്ചത്. സോ എനിക്ക് ചുറ്റുമുള്ള കാര്യത്തിനെ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരു മനുഷ്യനായിട്ട് ജീവിച്ച് മരിച്ചു പോകും. മനസ്സിലായി. അപ്പോൾ എനിക്ക് ചുറ്റുമുള്ള മാക്സിമം കാര്യങ്ങളെ അറിയുകയും അതിലൂടെ ഒരു എക്സൈറ്റ്മെൻറ്റിലേക്ക് ഞാൻ കടന്നു പോകുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ പല സ്ഥലത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഞാൻ പല ഘട്ടങ്ങളിൽ പലതായിട്ട് തന്നെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ ഈ ഫിലിം ഫെസ്റ്റിവലും അഭിനയവും ഒക്കെ ഒന്ന് നിർത്തിയിട്ട് ഇന്റീരിയർ ഡിസൈനർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ജീവിതത്തിലുണ്ട്. അതൊരു ഘട്ടമാണല്ലോ. ഞാൻ ഇന്റീരിയറും സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെയും ഒരു കാലഘട്ടം ഭയങ്കരമായിരുന്നു. ഞാൻ ഇവിടുത്തെ ഇന്ത്യൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേരള ചാപ്റ്ററിൻ്റെ കൺവീനറായിട്ട് 4 വർഷം. ഞാൻ ഇതിനിടയ്ക്ക് പോയിട്ട് ഒരു കൺസ്ട്രക്ഷൻ മാനേജ്മെൻ്റ് ഒരു മാസ്റ്റർ സർട്ടിഫിക്കറ്റ് വേൾഡ് കോൺക്രീറ്റ് USA. ഞാൻ ഇന്ത്യൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്നെ അതിനകത്ത് ഹെൽപ്പ് ചെയ്തിട്ട് അയച്ചത്. വേൾഡ് ഓഫ് കോൺക്രീറ്റ് USAയിലേക്ക് വന്നിട്ട് അവിടെ പോയി ഞാൻ അതിൻ്റെ എക്സിബിഷനും വർക്ക്ഷോപ്പുകളും സെമിനാറുകളും അറ്റൻഡ് ചെയ്ത് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഞാൻ പോകുന്നു. അതുകൊണ്ട് എനിക്കിവിടെ വന്ന് പല കാര്യങ്ങളെയും മനസ്സിലാക്കാൻ പറ്റി. ഞാൻ ആ ഒരു വേൾഡിനെ മനസ്സിലാക്കി. ബേസിക്കലി എന്താണ് ഞാൻ ഇതിനകത്ത് ത്രൂ ഓഷോയിലൂടെയും ജയകൃഷ്ണൻ എവറിത്തിങ് ഈസ് ഇൻ്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കി. നമ്മൾ ഒരിക്കൽ രജനീഷിൻ്റെ ഒരു പ്രഭാഷണം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ വന്നിട്ട് യഥാർത്ഥത്തിൽ എല്ലാം ഒരാൾ തന്നെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീക്ക് ഇൻ്റലക്ച്വൽസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അരിസ്റ്റോട്ടിലിനെയും പ്ലേറ്റോയൊക്കെ അവർ തന്നെയാണ്. പ്ലേറ്റോ തന്നെയാണ് റിപ്പബ്ലിക് എഴുതിയേക്കണത്, അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ തന്നെയാണ് ആർട്ടിനെ കുറിച്ച് എഴുതിയേക്കണത്, നാടകത്തിനെക്കുറിച്ച്, ഫിലോസഫിയെക്കുറിച്ച്, ജീവിതത്തിനെക്കുറിച്ച്, എല്ലാത്തിനെക്കുറിച്ച് സംസാരിച്ച് എല്ലാം റിനൈസൻസ് പീരീഡിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പിരിവുകളുണ്ടായി. അപ്പോൾ ഏകദേശം വന്നിട്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു 100-400 സബ്ജക്റ്റുകളായിട്ട് ഇത് മാറുക. എന്നാൽ എല്ലാം ഇൻ്റർ റിലേറ്റഡാണ്. മനസ്സിലായ? ദർ ഈസ് ഓൺലി ആൻ ഇൻ ആൻഡ് യാങ്. ഓക്കെ, ദർ ഈസ് ഓൺലി എ ശിവ ആൻഡ് ശക്തി. ദാറ്റ് എവറിത്തിങ് ഇൻക്ലൂഡ്സ് ഇൻ ഇറ്റ്. അപ്പോൾ ദാറ്റ് റിയലൈസേഷൻ നമുക്ക് വന്നിട്ട് എല്ലാ ഫീൽഡിലേക്കും എന്തിനേയും റിലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധ്യത എൻ്റെ മുമ്പിലേക്ക് തെളിഞ്ഞു. അപ്പോൾ എനിക്ക് എല്ലാത്തിനെയും എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റി.
ഞാൻ പഠിക്കുന്ന പോലെ ഞാനപ്പോൾ സിനിമയിൽ നിന്ന് പഠിച്ചതിനെ ഞാൻ കൺസെഷനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. നിങ്ങൾക്കറിയാവോ യഥാർത്ഥത്തിൽ ഈ സിനിമ തിയറി എഴുതിയതിലെ മുഖ്യനായ ഒരാൾ ഐസൻസ്റ്റൈൻ. ഓക്കെ, ഹി വാസ് എൻ ആർക്കിടെക്ട്. ഹി വാസ് എ റഷ്യൻ ആർക്കിടെക്ട്. നമ്മൾ ഈ എഡിറ്റിങ്ങിൻ്റെ തിയറി പറയുന്ന ലൈക്ക് ഫിലിം സെൻസ് ആൻഡ് ഫിലിം ഫോം എന്ന ബുക്ക് എഴുതിയാണ്. അത് പഠിക്കാനാണ്. സോ പലരും വന്ന് നിങ്ങൾ ഈ കയറിയിരിക്കുന്നവരും വന്ന് പല അല്ലെങ്കിൽ പല മേഖലകളിൽ നിന്നവരാണ് ഇതിലേക്ക് ഈ സിനിമയിലേക്ക് ചേക്കുക. സിനിമ എന്താണ്? സിനിമ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു എല്ലാം അങ്ങോട്ടും ഒത്തുചേരുന്ന സിനിമയിൽ സാഹിത്യമുണ്ട്, സിനിമയിൽ കവിതയുണ്ട്, ചിത്രരചനയുണ്ട്, ശില്പകലയുണ്ട്, ആർക്കിടെക്ചറുണ്ട്, സിനിമയിലെല്ലാം ഉണ്ട്. പക്ഷേ ലാസ്റ്റ് സിനിമ ഈസ് സ്റ്റഫ്. അതാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് കുറോസാവ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു സ്റ്റോറി ഉണ്ട് യഥാർത്ഥത്തിൽ. കുറോസാവയുടെ ഒരു ബുക്കിൽ അതിനെ പ്രതിപാദിച്ചിട്ടുണ്ട്. അയാൾ പരിചയമുള്ളൊരു കുട്ടി വന്നിട്ടില്ല, കുട്ടി നായയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞു. അപ്പോൾ കുട്ടി ലോകത്തുള്ള എല്ലാമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ആൻഡ് എന്നിരുന്നാലും അവൻ നായയാണ് എന്ന് പറഞ്ഞ പലരും ചെയ്യുമെങ്കിലും നായയാണ് എന്ന് പറഞ്ഞ പോലെ സിനിമയാണ്. പക്ഷേ സിനിമ എഴുതെല്ലാം ഉണ്ട് ആരും. അപ്പൊ എല്ലാവരും അതിൽ നിന്നുള്ള ആൾക്കാർ കയറി. നിങ്ങളുടെ സിനിമയുടെ തുടക്കകാലത്തിൻ്റെ ചരിത്രം നോക്കിയാൽ കാണാൻ സാധിക്കും വന്നിട്ടുള്ള. നിങ്ങളെ ആരെയും ചോദിക്കേ, സിനിമയിലൊരു മാറ്റമുണ്ട്. സിനിമ എന്താണ്? ചലിക്കുന്ന ചിത്രത്തിനെ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പം സിനിമയുടെ ആദ്യകാലത്ത് അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് കള്ളുകൂടിയന്മാർ തമ്മിലുള്ള ബെറ്റാന്ന് പറയും. കാരണം ഓടുന്ന കുതിരയുടെ കാല് നിലത്ത് തൊടാതിരിക്കുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. അത് ഞാനൊരു ഗൈഡ് ഫോട്ടോഗ്രാഫറെ വെച്ചിട്ട് കംപ്ലീറ്റ്. അപ്പം അന്ന് ഈ റോൾ ഉണ്ടായ സമയം കൊടാക്കിന് ഐ എം ടോക്കിംഗ് അബൌട്ട് 1880s. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, 1880. ഇന്ന് എന്നാണ് 1895 ആദ്യമായിട്ട് ലൂമിയർ സിനിമ കാണിക്കുന്നത്. അതിനൊക്കെ ഒരു മുന്നേ മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു നാൾവഴികൾ എടുക്കുന്നുണ്ട്. കാരണം ചലിക്കുന്ന ചിത്രത്തിനോടുള്ള ഒരു അഭിനിവേശമായിരുന്നു. പെർസിസ്റ്റൻസ് ഓഫ് വിഷനൊക്കെയാണ് നമ്മളെ വന്ന് ഇതിലേക്ക് നയിച്ചത്. അപ്പം അതിനകത്തേക്ക് അയാൾ ഒരു 12 സ്റ്റില്ലുകൾ എടുക്കുകയാണ്. അപ്പം ഇങ്ങനെ കടന്ന് അപ്പം അത് റൺ ചെയ്താൽ ഈ കുതിരയുടെ ഗാലപ്പിംഗ് കിട്ടും. ഓക്കെ, അന്ന് സ്റ്റിൽസ് മാത്രമേ ഉള്ളൂ. സ്റ്റിൽസ് കടകടകടാന്ന് എടുത്താണ്. മനസ്സിലായ? അന്ന് റോഡ് പോലത്തെ കൊടാക്ക് ഇൻസ്ട്രുമെന്റ്. അപ്പൊ അതിൽ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ എല്ലാ ഫോട്ടോകളും ഇങ്ങനെ എടുത്ത് പോയി. എന്നിട്ട് അതിൽ നിന്ന് ചെക്ക് ചെയ്യാണ്. മനസ്സിലായ? അങ്ങനെ പോയതാണ്. അതിനെ ഒരുമിച്ച് ഓടിക്കുന്നതാണ്. ആ ഗാലപ്പിംഗ് ഹോഴ്സിന്റെ ഒരു സാധനം കാണിക്കുക. സിനിമയുടെ ആദ്യകാലങ്ങളിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഹോഴ്സിന്റെ ഗാലപ്പിങ്ങിന്റെ ഒരു ഇത് കാണാം. അതാണ് ചലിക്കുന്ന ചിത്രത്തിലേക്ക് വന്നത്. പിന്നീട് ഒരേ സമയത്ത് എഡിസണിലും ഇവിടെ വന്ന് ലൂമിയർ, ഫ്രാൻസിൽ ലൂമിയറും ബ്രിട്ടനിലൊക്കെ വന്ന ആൾക്കാർ പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഒരു കച്ചവട രീതിയിൽ ടിക്കറ്റ് വെച്ച് 10-35 പേര് വന്ന് ആദ്യമായിട്ട് കാണുന്നത് ലൂമിയർ ബ്രദേഴ്സാണ്. ആ ചലിക്കുന്ന ചിത്രം ഒരു സൺബാത്ത് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാർ ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നത്. അപ്പം ഈ ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ ആൾക്കാർ ഇറങ്ങി ഓടി പേടിച്ചിട്ട്. ട്രെയിൻ അതിൻ്റെ ഉള്ളിലേക്ക്. ഇതൊക്കെ ബേസിക്കായിട്ട് നടന്ന കാലഘട്ടം. അപ്പോൾ അതിന് ശേഷം ഈ സിനിമ ചലിക്കുന്ന ചിത്രം ഒരു ടോയ് പോലെ ആയിരുന്നു. അപ്പോഴാണ് ലൈക്ക് ഒരു മജീഷ്യൻ ഹ്യൂഗോ പടം അദ്ദേഹത്തിനെ കുറിച്ചുള്ളതാണ്. അദ്ദേഹം വന്നിട്ടുള്ള സിനിമ എടുക്കണം എന്നുള്ള താല്പര്യമാണ്. കാരണം പുള്ളി പോയി ലുമിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് വലിയ ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാലും പുള്ളി സ്വന്തമായിട്ട് ഒരു ക്യാമറ ഉണ്ടാക്കി പുള്ളി ഷൂട്ട് ചെയ്യാൻ പോയി. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ സ്റ്റോപ്പായി. പുള്ളി ക്യാമറയ്ക്ക് 2-3 അടിയൊക്കെ അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാമറ സ്റ്റാർട്ടായി. തിരിച്ചു വന്ന് ഫിലിം ഡെവലപ്പ് ചെയ്തപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കുതിരവണ്ടി അപ്രത്യക്ഷമാവും. പെട്ടെന്ന് പുള്ളി നോക്കിയപ്പോഴത്തേക്ക് ആ സ്റ്റോപ്പ് ബ്ലോക്കിൻ്റെ സാധനം അത് പെട്ടെന്ന് ഒരു സാധനം പുതിയത് സാധനം ഇറങ്ങിയിരുന്നു. കാരണം സ്റ്റോപ്പായിട്ട് ബ്ലോക്കായിട്ട് രണ്ടാമത് തുടങ്ങിയാൽ അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സാധ്യത വളരുകയാണ് സിനിമയുടെ. ഉടനെ അപ്പോഴാണ് സിനിമ 2 തരത്തിലേക്ക് മാറുകയാണ്. യു കം ആൻഡ് സീ മൈ യുവർ ഡ്രീം എന്ന് പറയുന്ന സിനിമയുടെ എഫക്റ്റുകൾ വെച്ചിട്ടുള്ള സിനിമകൾ ഉണ്ടാവുന്നു. യഥാർത്ഥത്തിൽ നടക്കുന്ന സാധനത്തിന് അതേപോലെ വന്ന് ഷൂട്ട് ചെയ്തിട്ട് കാണിക്കുന്ന സിനിമയുണ്ട്. അങ്ങനെ അവിടെ വെച്ച് തന്നെ സിനിമ മാറുകയാണ്. അപ്പോൾ എഡിസണിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ പുള്ളി
പുള്ളിയാണ് അമേരിക്കൻ ഫയർമാൻ്റെ ഒരു സാധനം ചെയ്തേക്കണം. അപ്പോൾ അദ്ദേഹം പോർട്ടർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ അപ്പോൾ ഈ ഡോക്യുമെൻ്ററി ഉണ്ട്, അമേരിക്കൻ ഫയർമാൻ്റെ വന്നിട്ടുള്ളൊരു ഒരു ജീവിതത്തിൻ്റെ ഒരു ദിവസം ഒരു ബെല്ലടിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പം പുള്ളി എന്ത് വിചാരിച്ചു, ഒരു മനസ്സിലൊരു ഐഡിയ, ഒരു അമ്മയും മോളും ഒരു വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് പോയി തീ പിടിച്ച് നിൽക്കുന്നു, ഇതിൽ കാണിക്കുന്നു. അപ്പോൾ ഈ രണ്ട് സാധനത്തിനെയും ഈ എടുത്ത ഓൾറെഡി ഉള്ള ഡോക്യുമെൻ്ററിയിലെ പീസസ് എടുത്ത് ഇതുമായിട്ട് പാരലായിട്ട് എഡിറ്റ് ചെയ്യുക. അതായത് അമേരിക്കൻ ഫയർമാൻ എന്ന് പറഞ്ഞാൽ ഒരു 4 മിനിറ്റ് 3 മിനിറ്റ് നിൽക്കുന്നൊരു പടം 1902 ജനം കണ്ടത് ത്രില്ലാവുക. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മയും കുട്ടിയും തീയിലേക്ക് നിൽക്കുന്നു, അവിടെ ഫയർ അലാറം അടിക്കുന്നു, ഈ ഫയറിന് ആക്ച്വലി വന്നിട്ടുള്ളതിനകത്ത് കൂടി ഉരുണ്ടി താഴത്തേക്ക് നിൽക്കുന്നു, ആ വണ്ടി കയറുന്നു, ഇവിടെ വന്ന് അമ്മയും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഷോട്ടുകൾ, ഇവിടെ വന്ന് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു, ഇവിടെ ഷോട്ട്, അവിടെ ഷോട്ട്, ഇവിടെ ഷോട്ട്, ഇവിടെ ഷോട്ട്, ജനം ത്രില്ലായിട്ട് നിൽക്കുകയാണ്. ഇത് ഇപ്പോൾ ഒരു കിട്ടുമോ കറക്റ്റ്, ഇവിടെ തീരപ്പെട്ടു പോവോ, വണ്ടി എത്തുമോ എന്നാണ് ഈ പാരലൽ കട്ടിങ് ആദ്യമേ ഈ എഡിറ്റ് സിനിമ വാസ് ബോൺ മാൻ്റെ എക്സൈറ്റഡ് എല്ലാവരും. Then he made a film called Great Train Robbery. അപ്പോൾ ഫിക്ഷൻ കയറുകയാണ് സിനിമയിലേക്ക്. സോ ബ്യൂട്ടിഫുള്ളി ആക്ച്വലി സിനിമ എന്നെ ഡെവലപ്പ് ആവുക. വെറും ചലിക്കുന്ന ചിത്രം, മാജീഷ്യൻ്റെ ചിത്രം ഇങ്ങനെ ഇരുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് മാറുക. അവിടെയാണ് ഗ്രിഫിത്തിൻ്റെ വരവ്. പുള്ളി ഈ ലൈബ്രറിയിലൊക്കെ ജോലി ചെയ്തിരുന്നതാണ്, പുസ്തകങ്ങളൊക്കെ ഒരുപാട് ചാൾജിക്കിൻ്റെയൊക്കെ വന്നിട്ടുള്ള ഭയങ്കര സ്റ്റോറീസൊക്കെ വായിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ സ്റ്റില്ലായിട്ട് വരാൻ പോകുന്നത്. അങ്ങനെ പുള്ളി ഈ ഫിക്ഷനുള്ളിലേക്ക് വരിക. നേരെയാണ് ആദ്യം ഈ ക്ലോസപ്പിൻ്റെയൊക്കെ ലെൻസ് ഉണ്ടാക്കിയത്. ഇൻസെർട്ട് പെട്ടെന്ന് 2 പേര് മറ്റേ ഒരു ഫാമിലി പെട്ടെന്ന് കള്ളന്മാർ വന്നപ്പോൾ റൂമിലേക്ക് അടച്ച് രക്ഷപ്പെടാവുന്ന അമ്മയും മക്കളും. അപ്പോൾ ഇവർ വന്നിത് പൊളിക്കാൻ നോക്കുന്നു. അങ്ങനെ നോക്കാൻ നേരത്ത് ഒരു ഡോറിൽ ഒരു ചെറിയ കുഴൽ, അതിലൂടെ ഒരു തോക്ക് വരും. ക്ലോസപ്പ്, ഇൻസെർട്ട്, പെട്ടെന്ന് ഇവർ പേടിക്കുന്നു. സോ ദ ഇൻസെർട്ട് ക്ലോസപ്പിലൂടെ വന്നു സ്റ്റോറി ടെല്ലിങ് വേറൊരു തരത്തിലേക്ക്. ഇത് ടെക്നോളജി എങ്ങനെ വളരണേ നിങ്ങൾ ശ്രദ്ധിച്ചു ചോദിക്കുക. സിനിമയ്ക്ക് ഒരു ചരിത്രം നാൾ വഴിയിലൂടെ ഈ കഥ പറയാൻ തുടങ്ങി. മനസ്സിലായി. അല്ല, അത് മാത്രമല്ല സാർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പല ജോലികൾ ചെയ്യുന്ന ആളുകൾ ഒരുമിച്ച് കൂടി ഇതിനങ്ങ് ഡെവലപ്പ് ചെയ്തൊന്നും കൂടി നമുക്ക് അല്ലേ? യെസ് അല്ലേ, ഡെഫിനറ്റ്ലി ഞാനത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭയങ്കര മാറ്റം ഉണ്ടായത് 1ാം ലോക മഹായുദ്ധത്തിലാണ്. കഥ പറയാനുള്ളതല്ല സിനിമ എന്ന് പറഞ്ഞൊരു വിഭാഗം അപ്പോൾ തന്നെ ഉണ്ടാവുക. നോൺ നരേറ്റീവ് സിനിമ, എക്സ്പെരിമെൻ്റൽ ഫിലിമുകൾ. പിന്നീട് ഈ എക്സ്പെരിമെൻ്റൽ ഫിലിമുകൾ ഉണ്ടാക്കിയിരിക്കുന്ന പല ടെക്നിക്കുകളും ഈ നരേറ്റീവ് സിനിമ കടമെടുക്കുകയാണ്. ഓക്കെ, ഈവൻ ഹോളിവുഡ് സിനിമ. മനസ്സിലായി. അങ്ങനെ ഇതിങ്ങനെ മറിഞ്ഞും പല ചിന്താഗതികളെ ലൈക്കിനോ സിനിമ വന്ന് പല ലോകത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ട് ആണ് സിനിമ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഈ സിനിമ ഇപ്പോൾ ഇൻ്ററാക്റ്റീവ് സിനിമയായി. നമുക്ക് തന്നെ നമ്മുടെ ഫിക്ഷനെ നമുക്ക് വന്ന് ഹാൻഡിൽ ചെയ്യാം. എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ കഥേനെ കൊണ്ടുവരാം, എൻ്റെ പ്ലോട്ടിനെ കൊണ്ടുവരാം, എന്നെ കൊണ്ടുവരാം. മനസ്സിലായി. നമ്മളിതിങ്ങനെ പറഞ്ഞു വരുമ്പോഴേ സാർ, ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനറായിട്ട് സാർ തുടങ്ങിയ കാലം പറഞ്ഞാണ് നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ മറ്റ് തൊഴിലിടങ്ങളിലുണ്ടായിരുന്ന ആളുകളും സിനിമയിലേക്ക് വന്നാണ് സിനിമയ്ക്ക് ഇത്രയും വലിയ എവല്യൂഷൻ ഉണ്ടായെന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് 94 മുതൽ 2005 വരെയാണ് സാറിന് സിനിമയിൽ മലയാള സിനിമ കാണാതാവുന്നത്. 2000 ആക്ച്വലി എന്ന് പറഞ്ഞാൽ അത് 2005 ഞാൻ എൻ്റെ ഫെസ്റ്റിവൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഞാൻ ഈ ഒരു ഫീൽഡിലായിരുന്നു, ഈ ഡിസൈനിങ്, സ്റ്റീൽ സ്ട്രക്ചർ. ആ സമയത്താണ് എക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ട് വരുന്നത്. അതിന് മുന്നേ അതായത് അപ്പോൾ ഞങ്ങളുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞുതരാം, എനിക്ക് തോന്നുന്ന ഒരു ചില മാസങ്ങളിൽ 8 ട്രെയിൻ വരെയും ഫുൾ ട്രെയിൻ ഞങ്ങൾ സിമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ ടെറിട്ടറി ഇവിടെ നിന്നുണ്ടല്ലോ, ശരിക്കും മദ്രാസ് സിറ്റി ഒഴിച്ച് അവിടെ തൊട്ട് കേരളം മുഴുവനുമായിട്ടുള്ള ഒരു ടെറിട്ടറി ആയിരുന്നു നമ്മളുണ്ടായിരുന്നത്. അന്ന് അവർ എഴുതിയത് ഇന്ത്യസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ടർ. ഞങ്ങൾ കുറച്ച് ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു, ലാർജസ്റ്റ് നെറ്റ്വർക്കായിരുന്നു യഥാർത്ഥത്തിൽ. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ വലിയ കഴിവൊന്നും ഞാനെൻ്റെ ബ്രദറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ അത്രയും പ്രമുഖനായിരുന്ന ഒരാൾ 94 പപ്പയുടെ സ്വന്തം അപ്പൂസ് കഴിയുമ്പോഴത്തേക്ക് ഒരു ബ്രേക്ക് ഗുണം കിട്ടി എന്നറിയാം. അല്ല, ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് പത്രത്തിൽ വരുന്നത് സിനിമാ കോളത്തിലല്ല വരുന്നത്, എക്കണോമിക് ടൈംസിലാണ് വരുന്നത്. അതിന് കാരണമുണ്ട്. അതിനെന്താ പറയുക, അത് രസമായത്. കാരണം ഞങ്ങൾ ടാറ്റയുടെ
സോൾ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കിക്കോ റോഷൻ അസിസ്റ്റൻ്റെയും ആ. ബിർള സെമിനിൻ്റെ ഓൾ കേരള സെയിൽസ് പ്രൊമോട്ടറായിരുന്നു. അല്ല, ഇത് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, ഹിറ്റ് അടിച്ച് നിൽക്കുന്ന സമയത്ത് എന്തിനായിരിക്കും ബ്രേക്ക് എടുത്തത്? സാധാരണ ഹിറ്റ് ഇല്ലാത്ത സമയത്തല്ലേ ബ്രേക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. അതല്ല, അത് എനിക്ക് എൻ്റെ ഫെയിമിനെ എനിക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റി. അതുകൊണ്ട് ഞാൻ അതാണ് ചെയ്തത്. ഞാൻ എപ്പോഴും ഈ ഒരു ഫെയിം ഉണ്ടായപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഇടുക്കി ഗോൾഡ് ഹിറ്റായപ്പോൾ ഞാൻ മോഹൻലാലുമായിട്ട് പോയി ചേർന്നിട്ട് കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ലോഞ്ച് ചെയ്തു. സത്യം. അതെന്താന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം ചെയ്യുമ്പോൾ ഈ ഫെയിം എനിക്ക് ഈ പറയുന്ന സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റി, നമ്മുടെ പാഷനിലേക്ക് പൂൾ ചെയ്യാൻ പറ്റും അല്ലേ? അത് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്തേ. ഞാനിത് അതിനകത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെ കൊണ്ടുപോയത്. ഞാനിപ്പോൾ എന്നെ നോക്കുന്ന എന്താണ്, എൻ്റെ മിന്നി ബ്രോ ഹിറ്റായില്ലേ, ആ സമയം ഞാൻ അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി, ഞാൻ ജെൻ ആൽഫ ഉണ്ടല്ലോ അവരിലേക്ക് ഞാനിപ്പോൾ കയറി ഈ ഇതിലൂടെ പുതിയ തലമുറയോട് പുതിയ കുട്ടികളുമായിട്ട്. നിങ്ങൾക്കറിയാം, ഏറ്റവും ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ എന്നെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണ ആരാന്നറിയാമോ? കുട്ടികളാണ്. ബെനി ബ്രോ അങ്ങനെ ചിരിയാ. അപ്പോൾ അത് വളരെ ചിരിയാ അവരുടെ. അപ്പോൾ ഇവിടെ അപ്പുറം തിരിഞ്ഞു നോക്കൂ. അപ്പോൾ ഇവരാണ് പെട്ടെന്ന് കണ്ടുപിടിച്ച. അവരിങ്ങനെ ഭയങ്കര ചിന്തയിൽ ഇങ്ങനെ വേറെ നമ്മളെ കണ്ടു കാണില്ലായിരിക്കും. ഇവന്മാർ ചിരിച്ച് അപ്പോഴത്തേക്കാണ് പിന്നെ അവരോട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ആലോചിക്കുമ്പോൾ എന്നിട്ട് അവർ 4 തലമുറ എനിക്ക് ഗുണം കിട്ടായിട്ടുണ്ട്. യു ആസ്ക് യുവർ പാരൻസ്, അവർ കുട്ടികളായിരിക്കുമ്പോൾ എൻ്റെ ഫാൻസ് ആയിരുന്നു. അയ്യോ സത്യം. ആസ്ക് യുവർ പാരൻസ്. ഞാൻ അവരെ ഫേവറേറ്റ് ആയിരുന്നു. ഇപ്പോഴുള്ള കുട്ടികളുടെ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഫാൻറ്റം ഫൈ എന്നൊരു പടമുണ്ട്. ഞാനും കുട്ടികളുമാണ്. ആ സ്കൂൾ കുട്ടികളുമായിട്ടുള്ളൊരു കഥയാണ് അത്. കുട്ടികളുടെ ഒരു അന്വേഷണാത്മക കഥ. അവരുടെ ഒരു വെൽവിഷറായിട്ട് ആ കോളനി താമസിക്കുന്ന വേറൊരു അങ്കിൾ ബ്രോ ആണ് ഞാൻ അതിനകത്ത്. അപ്പോൾ അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഫിലിം. സജീവ് നന്ദിയാട്ടിൻ്റെ പടമാണ്. ലൈക്ക് ലെറ്റ് മീ സീ ആക്ച്വലി. ഞാൻ ഇതിനകത്ത് എന്താ പറഞ്ഞാൽ എൻ്റെ ഭാഗ്യം കൂടിയുണ്ട്. ഞാൻ വളരെ ആ കാര്യത്തിനകത്ത് ലൈക്ക് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യുന്നു. ഉഴുതലാകം എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടുന്നു. അത് റിലീസാവുന്നു, ഭയങ്കര ഹിറ്റാവുന്നു. സെക്കൻഡ് ആ പടത്തിന് അപ്പം തന്നെ ആ ഒറ്റ പടത്തോടുകൂടി രജനി കമലിൻ്റെ കൂടെ എനിക്ക് ഈക്വൽ റോളായിട്ട് എനിക്ക് അഭിനയിക്കാൻ കിട്ടുന്നു. കമലിൻ്റെ ഒപ്പം ഈക്വലായിട്ടുള്ള ഞാനും കമലും കൂടി നിൽക്കുന്ന കട്ടൗട്ടർ ഉണ്ടാവുന്നത് 40 അടി ഹൈറ്റ്. ഞാനിന്ന് നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത നമ്മളിങ്ങനെ എയറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ പോകുന്ന വണ്ടി ഏതാണെന്ന് കാണാൻ വേണ്ടി ഞാൻ പനമരത്ത് പറ്റിയിട്ട് JPRൻ്റെ കൂടെ യാത്ര ചെയ്യാം. JPR മീൻസ് എംജിആറിൻ്റെയൊക്കെ റൈറ്റ് ആയിട്ടുള്ള JPR കോളേജിൻ്റെയൊക്കെ പോണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിക്കുകയാണ്. അപ്പോൾ വസന്തഴിപ്പോൾ ഇപ്പോൾ ഞാനുണ്ട്, അമീന്ദ്രനുണ്ട്, ഇദ്ദേഹമുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്യും. അപ്പോൾ ഞങ്ങൾ പനമരത്ത് പറ്റിയ സേലത്തിന് വരുന്ന ഒരു ചെറിയ റോഡ് അവിടെ. ആ റോഡ് മുഴുവനും ബ്ലോക്ക് ചെയ്തൊക്കെ ഒരു സൈക്കിൾ ഇട്ട് ഞാൻ ആ വഴി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഏത് കാറിലാണെന്ന് കാണാൻ വേണ്ടി. അപ്പോൾ ഇയാളിവിടെ ഞാൻ തലവർ MGR തലവറേന്ന് എന്നെയും വിളിച്ചിരുന്നത്. അപ്പോൾ ഒറിജിനൽ തലവരുടെ ഒപ്പം നീ ആരുടെ കുട്ടി തലവരാണ് ഭയങ്കര. എനിക്ക് മനസ്സിലാവണില്ലായിരുന്നു. അത്രയധികം വന്ന് ഇവൻ ആരുടെന്ന് കാണാനായിട്ട് എല്ലാവരും ഭയങ്കര ആകർഷണമായിരുന്നു. സ്റ്റാർഡമിന്റെ പെട്ടെന്ന് ഞാൻ ഈ പറയുന്ന കമലിൻ്റെയും രജനിയുടെയും ഒപ്പം ഒരു പുതിയ പയ്യൻ വന്ന് ഡാൻസും ചെയ്യുന്നു, സ്റ്റൈൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര. ആ പടം 1 വർഷം തിയേറ്റർ ഓടിയായിരുന്നു, അലങ്കാർ തിയേറ്ററിൽ 1 വർഷം. ഒറ്റ വർഷം ഓടി. അത് പിന്നീട് ഒരു 10 വർഷത്തോളം എല്ലാ വെക്കേഷനിലും ആ സിനിമ വരുമായിരുന്നു. എനിക്കൊന്ന് തിയേറ്ററിൽ വരെ അത് ഹിറ്റായി. അതിൽ എൻ്റെ കഥാപാത്രമാണ് തുടക്കം തൊട്ട് തന്നെ ഭയങ്കര കയ്യടി. ഞാൻ ലോങ് ഷോട്ട് കൊണ്ടിട്ട് കയ്യടി കൊടുക്കും. അത് അതിനകത്തേക്ക് അങ്ങനെ ഒരു സാധനം അതിനകത്ത് അന്ന് യു കാൻറ്റ് ഈവൻ ഇമാജിൻ. ഒരു ഫിലിം കൊണ്ട് നമ്മൾ ഓവർനൈറ്റ് ഒരു സ്റ്റാർ ആവുക എന്ന് പറഞ്ഞാൽ ഒരു അറേബ്യൻ സ്റ്റോറിയൊക്കെ പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു ഡ്രീം സ്റ്റോറി. ഫെയറി ടെയിലൊക്കെ പോലെ അല്ലേ? ഫെയറി ടെയിൽ, എക്സാക്ട്ലി. ഇറ്റ്സ് എ ഫെയറി ടെയിൽ. ഞാൻ അത് എനിക്കൊരു ഗുണവും ദോഷവും ചെയ്തു. ദോഷം ഞാൻ ഇതിൻ്റെ പെയിൻ അറിഞ്ഞിട്ടില്ല. ഇത് നമ്മൾ എന്താ പറഞ്ഞ ആ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡോ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ പറഞ്ഞാണ് ഇങ്ങോട്ട് പോകുന്നതെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ കാര്യം ചോദിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പഴയ രവീന്ദ്രനും പുതിയ രവീന്ദ്രനും ഉണ്ടെങ്കിൽ
എന്തായിരിക്കും അതിൻ്റെ അകത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ പെയിൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു ആ കാലത്ത് എന്നൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഏതോ ഒരു സ്ഥലത്ത് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ തന്നെ ചൂടായി പോയിട്ടുണ്ട് പലപ്പോഴും ആളുകൾ. അത് എനിക്കറിയില്ല, ഒരുപക്ഷെ ഞാൻ ഐ വാസ് വെരി യങ്, ഐ വാസ് ആൻ ആംഗ്രി യങ് മാൻ. ദേഷ്യത്തിനേക്കാളും കൂടുതൽ ഞാൻ വരുന്നത് ഞാൻ ആ സമയം എൻ്റെ കോളേജ് കാലമൊക്കെ വന്നിട്ട് വളരെ സംഭവ ബഹുലത്തിലൂടെയാണ് ക്യാമ്പസ് സ്കൂൾ തൊട്ട്. അപ്പോൾ അത് 10 സ്കൂള് മാറേണ്ടി വന്നു 10ാം ക്ലാസ് എത്തിയപ്പോൾ. ചെറിയൊരു ഇടിയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടം അല്ലേ? എല്ലാം മൊത്തം വന്ന് ഞാൻ എൻ്റെ ഒരു സമരകാലത്തുണ്ടായിട്ട് സ്കൂളിലെ സമരത്തിനകത്ത് ഒരു ഭയങ്കര സസ്പെൻഷൻ മേടിച്ചിട്ട് ഉമ്മൻചാണ്ടി സാറൊക്കെ വന്നിട്ടുള്ള ഒരു തീർപ്പൊക്കെ വന്നൊക്കെ എനിക്ക് തോന്നുന്നു അടയാറിന്ന് ഇറക്കി വിടാഞ്ഞത് അവിടുത്തെ പ്രൊഫസേഴ്സിന്റെ സ്നേഹം കൊണ്ട് അല്ലേ എന്ന് പറഞ്ഞു എന്നോടുള്ള കാര്യം കൊണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ ശരിക്കും കത്തിയൊക്കെ എടുത്തുള്ള വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എൻ്റെ. കാരണം നമ്മൾ അന്ന് അങ്ങനെ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ പോലത്തെ തന്നെ വന്നിട്ടില്ല. ഞാൻ വേറെ എനിക്ക് സിർജോലി കള്ളുകൂടിയൊന്നും ഇല്ലായിരുന്നെങ്കിലും ഈ ഒരു ആളുകൾക്ക് വേണ്ടി പ്രതികരിക്കുമായിരുന്നു എന്ന് കേട്ടോ. ഞാൻ പ്രതികരിക്കാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് MGR സിനിമ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ. ചിലപ്പോൾ അതൊക്കെ ഞാൻ ഈ സിനിമ എന്നിലേക്ക് കയറിയിട്ടുണ്ടാവും അറിയാതെ. ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. അതായത് അങ്ങനെയാണ് നമ്മുടെ സിനിമ നമ്മൾ കയറിയിട്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി അടിയുണ്ടാക്കുക, അങ്ങനെ എല്ലാം ഒരു ബേസിക് ആയിട്ടുണ്ടല്ലോ. നമ്മളൊരു ഇമാജിനറി വേൾഡിൽ തന്നെ ആയിരുന്നു അറിയാം. ഭാഗ്യം കൊണ്ട് ഞാൻ അല്ലെങ്കിൽ അന്ന് തട്ടിപ്പോകേണ്ട പല ഇൻഷുറൻസ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പല ഇൻഷുറൻസ് തട്ടിപ്പോകണ്ട, മനസ്സിലായ അത്രയ്ക്ക് രൂക്ഷമായ പല സംഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു കാരണം, ഒരു നിമിത്തം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് ദർ വിൽ ബി എ റീസൺ ഫോർ മൈ ലൈഫ് ഉണ്ടാവും. ഐ ആം ഇൻ സെർച്ച് ഓഫ് ദാറ്റ്. സോ ഞാൻ വരുന്നതിനെ എല്ലാത്തിനും ഉപയോഗിക്കുക. ഞാൻ ചെയ്യണം ഞാനായിട്ട് ഡ്രൈവ് ചെയ്യുന്നൊരു ലൈഫല്ല അതല്ലേ. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ആഗ്രഹങ്ങളുണ്ടാവും, ഞാൻ അതിന് ബുദ്ധിമുട്ടുണ്ടാവും, അതിനൊക്കെ ഞാൻ വന്ന് ഉരുമ്പിടുന്നുണ്ടാവുക. ആ ഉരുമ്പിടിൽ ഞാൻ ഉരുമ്പിടുമ്പോഴും ഞാൻ വരുന്നത് എന്താണോ അതിനെ ഞാൻ എടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഈ കൺസ്ട്രക്ഷൻ വീട്ടിലേക്ക് പെട്ടെന്ന് ഞാൻ അതിലേക്കൊരു തോന്നലുണ്ടായി, അതിലേക്ക് കയറുന്നു. ഞാൻ വന്ന് ആ സമയത്ത് ഞാൻ ഓരോന്നിലേക്കും ഓരോ മെറ്റീരിയൽസ് നമുക്ക് വരുന്നു. ബിർളയുടെ ഞങ്ങൾക്ക് ആ കമ്പനിയുടെ സോൾസ് സെയിൽ പ്രൊമോട്ടറായിട്ട് കിട്ടുന്നു. അപ്പം അങ്ങനെ എനിക്ക് 53 ഗ്രേഡ് എന്ന് പറയുന്ന സിമെൻറ്റ് കേരളത്തിലേക്ക് ലോഞ്ച് ചെയ്യുകയാണ്. മനസ്സിലായി. അപ്പോൾ ഞാൻ ടെക്നിക്കൽ പാർട്ടിലൂടെയാണ് ഞാൻ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത്, നോട്ട് ലൈക്ക് ആൻ യൂഷ്വൽ സെല്ലിങ്. അപ്പോൾ ഒരു 50 അതിനു മുമ്പ് സിമെൻ്റ് എന്ന് മാത്രമേ ആൾക്കാർക്ക് അറിയാവുള്ളൂ. സോ ഐ ഹാഡ് ടു പൊസിഷൻ ദീസ് ആസ് എ 53 ഗ്രേഡ് സിമെൻറ്റ്. അപ്പോൾ ഇതിൽ എനിക്കൊരു ദൗത്യം ഉണ്ടായിരുന്നു, ഇതിനെ പൊസിഷൻ ചെയ്യാമെന്നാണ്. ഞാൻ അതാണല്ലോ പഠിച്ചത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പ്രൊപ്പോസൽ കൊടുത്തു, വി വിൽ പൊസിഷൻ. അത് അവർ ചെയ്തിട്ടില്ല, മാർവാടികൾ. കിത്തനമേ ജാത്താല് അവരെൻ്റെ അടുത്ത് പറയും, ഞാൻ മാൽപ്പാണി എന്നാലും BK ബിർളയുടെ അളിയുണ്ട് മാൽപ്പാണി, എന്നോട് പറഞ്ഞു നീ നോർത്തിലേക്ക് വരാൻ. എന്നെ വലിയ കാര്യം, കാരണം ഞാനിവിടെ അന്ന് എല്ലാറ്റിയേക്കാളും 5 rupees മുകളിൽ ഞങ്ങൾ വിൽക്കുകയാണ് യഥാർത്ഥത്തിൽ. അത് ബാക്കി എല്ലായിടത്തും 20 രൂപ കുറവാണ്. അങ്ങനെ മാർക്കറ്റ് ചെയ്ത് ഇതിനെ 53 ഗ്രേഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ ഉണ്ടാക്കുക, ആനേനെയൊക്കെ ഇറക്കി. അങ്ങനെ അതൊരു ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കിയാൽ. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മാർക്കറ്റിങ്ങിൽ ഒരുപാട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഐ വാസ് ആക്ച്വലി അന്നത്തെ STയുടെ തോംസൺ ഏറ്റവും വലിയ കമ്പനിയാണ് ടാറ്റയുടെ ചെയ്യുന്ന, അതിൻ്റെ ഡയറക്ടർ ഓഫ് അക്കൗണ്ട്സ് എൻ്റെ ഇവിടെ താമസിക്കുകയുണ്ടായി, അവിടെ നിന്ന് വന്ന് കൽക്കട്ടയിൽ നിന്ന് വന്ന്. ആൻഡ് ലൈക്ക് ഓൾ മൈ സ്ട്രാറ്റജീസ് വർ ആക്ച്വലി വെരി പവർഫുള്ളായിട്ട് മാറി. അവർക്ക് പെട്ടെന്ന് പുതിയതായിരുന്നു ഞാൻ ഇങ്ങനത്തെ പുതിയ കാര്യം. കാരണം മഹാഭാരതത്തിൻ്റെ കഥ പറഞ്ഞ് പാഞ്ചാലി ചൗരം പറഞ്ഞുകൊണ്ട് സ്റ്റീൽ വിൽക്കുന്നു, ആനേനെ ഇറക്കി സിമെൻറ്റ് വിൽക്കുന്നു. അങ്ങനെ ഒരുപാട് പരിപാടികൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അല്ല, സാറിന്റെ കയ്യിൽ കലയുണ്ട്, സാർ അതിനെ കച്ചവടവുമായിട്ട് ബന്ധിപ്പിച്ചു. കച്ചവടത്തിനെക്കാളും മാർക്കറ്റിംഗ്. ആക്ച്വലി ഞാനൊരു കച്ചവടക്കാരനല്ല. ഇപ്പം നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല, പക്ഷെ ഐ കാൻ ക്രിയേറ്റ് എ വിസിബിലിറ്റി. ഐഡിയേഷൻ പാർട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് വൈസ് അല്ലേ? എനിക്ക് അതിനെ എത്തിക്കാൻ പറ്റും. ഞാനൊരു കച്ചവടക്കാരനാണെങ്കിൽ ഞാനൊരു സീറോ കച്ചവടക്കാരനാണ്. അത് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇതൊക്കെ ഞാൻ ചെയ്താൽ ഇപ്പം ഞാനിതിനെല്ലാം ഞാൻ ഉപയോഗിച്ചു. ഇപ്പോൾ PT വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് സ്കിറ്റും ഫ്ലാഷ് മോബും കൂടി വെച്ചിട്ടുള്ള ഒരു പരിപാടി. ഞാനിതിനെ എക്സ്പെരിമെൻ്റ് ചെയ്തതാണ് ആക്ച്വലി.
പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് പറഞ്ഞിട്ട്. അതൊരു ഡാൻസ് ഡ്രാമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജർമ്മൻ സാധനത്തിൽ നിന്ന് എടുത്തിട്ട് ഞാൻ സ്ട്രീറ്റ് ഡ്രാമയുടെ കൺസെപ്റ്റിനെയും ഫ്ലാഷ് ഡാൻസിൻ്റെ കൺസെപ്റ്റിനെയും മിമിക്രിയുടെ കൺസെപ്റ്റ് ഉണ്ടല്ല ഈ മറ്റേ ഫിഗർ ചെയ്യുന്ന അതിനെ എല്ലാത്തിനെയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് ചെയ്തത്. അപ്പോൾ ഡാൻസ് ഉണ്ടാവും, അതിനകത്ത് കാര്യങ്ങളുണ്ടാവും, കൾച്ചർ ഉണ്ടാവും, സ്കിറ്റ് ഉണ്ടാവും. ബട്ട് പറയുന്ന കാര്യങ്ങൾ മുഴുവനും വന്ന് പൊളിറ്റിക്സ് ആയിരിക്കും, സമകാലിക പൊളിറ്റിക്സ്. ഞാൻ അതിനെ ആ ഇൻ്റഗ്രേഷൻ ഞാൻ പണ്ടേ തുടങ്ങി. 2005 ഞാൻ പൊളിറ്റിക്സും സിനിമയും മിക്സ് ചെയ്തുകൊണ്ടാണ് നേരം വെക്കുന്ന ആദ്യത്തെ ട്രോൾ പ്രോഗ്രാം ചെയ്തത്, ഇന്ത്യ വിഷൻ. ഒരു ഇലക്ഷൻ ടൈമിൽ അത് ഭയങ്കര ഹിറ്റായി. ഇപ്പോൾ വരുന്ന എല്ലാം അതിന് ശേഷമാണ് സിനിമയുടെ സാധനം. അതാണ് ആദ്യത്തെ പ്രോഗ്രാം. എനിക്ക് എല്ലാത്തിനും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാവുള്ളൂ സിനിമയായിട്ട്. ഞാൻ പഠിച്ചത് സിനിമയാണ്, എൻ്റെ ജീവിതം മുഴുവൻ സിനിമയാണ്. ഞാൻ സിനിമയിൽ ചെറുപ്പം മുതലേ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ഞാനിവിടുത്തെ ഏറ്റവും വലിയ സങ്കടം തിയേറ്ററുകളുടെ എണ്ണം കുറവാണെന്നാണ്. കാരണം അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്തില്ലേ ഓരോ സിനിമകൾ. നമ്മൾ ഓരോ 3-4 കണ്ടു കഴിഞ്ഞാൽ എല്ലാ ദിവസവും സിനിമ കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നേ, എല്ലാ ദിവസവും. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാ തിയേറ്ററിലും ഞാൻ ചുറ്റി പോയി കാണും. ഞാൻ 10 തിയേറ്ററിൽ പോയി കാണും. എനിക്കൊന്നാമത് ഈ MGRൻ്റെ ഈ 100 സിനിമയുടെ വന്നപ്പോൾ ആ സിനിമയുടെ ലിസ്റ്റ് എഴുതിയൊരു ലിസ്റ്റ് ഉണ്ട്. എന്നിട്ട് അത് എവിടെയൊക്കെയാണ് റിലീസ് ആവണമെന്ന് ദിവസവും പത്രം എടുത്ത് നോക്കാറ്. എന്നിട്ട് അത് ഏതെങ്കിലുമൊക്കെ കുടുവാഞ്ചേരി ചെറിയ ഡെൻറ്റിലൊക്കെ വന്നിട്ട് ചിലപ്പോൾ പഴയ പടങ്ങൾ വരുമല്ലോ, അത് പോയി കാണുന്നു. ഞാനൊരു വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു MGR ഫാന്. ഞങ്ങളുടെ പണി അതായിരുന്നു. എനിക്കറിയാൻ പാടില്ല, ഞാൻ ഈ പറയുന്ന സ്ഥലത്തൊക്കെ പല പോലെ തിയേറ്ററൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഈ പഴയ സിനിമകൾ കാണാനായിട്ട് ഞാൻ അന്നും പോയി MGR. അതുകൊണ്ട് എന്താണ് ആ പ്രാന്ത് എനിക്ക് ഈ മാസ്റ്റേഴ്സിൻ്റെ സിനിമ കാണാനും വരുമ്പോഴും ചെറിയ സൊസൈറ്റികൾ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് ഈ ആർക്കൈവിൽ നിന്ന് കൊണ്ടുവരുന്ന സിനിമ ഉണ്ടെങ്കിൽ ഞാൻ ലിസ്റ്റ് കാണാം. ഇന്ന ആളുടെ സിനിമയുണ്ടല്ലേ, അല്ലെങ്കിൽ പരഞ്ചിനോവിൻ്റെ സിനിമയുണ്ടല്ലേ, അല്ലെങ്കിൽ ബഹുമാൻ്റെ സിനിമയുണ്ട്, അല്ലെങ്കിൽ ഫെല്ലിയുടെ സിനിമയുണ്ട്, അല്ലെങ്കിൽ പസോളിനിയുടെ സിനിമ ഉണ്ടെന്ന് കണ്ടാൽ ഈ സിനിമ നമ്മളന്ന് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉടനെ ഞാൻ ആ പറയുന്ന സ്ഥലത്തേക്ക് എത്തും, അവിടെ ഉണ്ടാവും. അപ്പം ഞാനൊരു നടനായതുകൊണ്ട് പെട്ടെന്ന് നോട്ടബിളും ആണല്ലോ ഞാൻ ഈ 90കളിൽ യാത്ര ചെയ്യുമ്പോൾ. അപ്പം ഈ എല്ലാ സ്ഥലത്തും ഞാൻ ഓടിയെടുക്കുന്ന സിനിമ കാണാൻ നേരത്ത് എല്ലാ സൊസൈറ്റിക്കാർക്കും എന്നെ അറിയായിരുന്നു. ഞാൻ അതിനകത്ത് ഭാഗമായിട്ട് വരുന്നു. അങ്ങനെ ഫിലിം DVD ഇറങ്ങാൻ തുടങ്ങി ഞാനിതൊരു മേടിച്ചു കൂട്ടാൻ തുടങ്ങി. ഈ ഓടേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ കയ്യിലേക്ക് ഉണ്ടായി. ഞാൻ തന്നെ ഇവിടെ വീട്ടിൽ ഫെസ്റ്റിവൽ നടത്തും സ്വന്തമായിട്ട്. ഓക്കെ, ഓൾ താർക്കവാസ്കി സിനിമ ഈ ആഴ്ച കാണുന്നത്. അപ്പോൾ എല്ലാ സിനിമയും അതിൻ്റെ ഉറോസേവയുടെ 30 സിനിമയാണ്, ഏകദേശം 29-30 സിനിമയാണ്. അതിൻ്റെ ബുക്കും ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ എൻ്റെ ഒരു ലൈബ്രറിയിലുണ്ട്. അതിനെ വായിക്കുക, പഠിക്കുക, സിനിമ കാണുക, വായിക്കുക, പഠിക്കുക, സിനിമ കാണുക, അതിനെ തിരിച്ച് വായിച്ചിട്ട് പിന്നെ ഒന്ന് മനസ്സിലാക്കുക, ഒരു പ്രാവശ്യം കൂടി കാണുക, ഇങ്ങനെ ഇതിൻ്റെ കൂടെ ലീഗിക്കുക. അപ്പോൾ ഞങ്ങൾ തന്നെ ഫെസ്റ്റിവൽ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വൈ ഡോണ്ട് ഐ ഡു എ ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ളത് 2005 ആയപ്പോൾ. അങ്ങനെയാണ് ഞാൻ വേൾഡ് സിനിമയുടെ 2005 ഒരു ഫെസ്റ്റിവൽ ചെയ്തത്. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫെസ്റ്റിവൽ ചെയ്തത്. ഞാൻ എല്ലാ ടൈപ്പ് ഫെസ്റ്റിവൽ ചെയ്തത്. പീസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ, ഇപ്പോൾ തന്നെ ഞാൻ പറയും ഇപ്പോൾ സ്പോർട്സ് ഫെസ്റ്റിവൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഒളിമ്പിക് തന്നെ ഞാനിപ്പോൾ ഒളിമ്പിക് അസോസിയേഷനായിട്ട് ചേർന്നിട്ട് അവിടെ തിരുവനന്തപുരത്തേക്ക് ചെയ്യാവുക. അതേപോലെ പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു ഫിലിം ക്ലബ്ബുണ്ട് ഇവിടെ കോട്ടയത്ത്, എൻ്റെ ഫ്രണ്ട് പ്രതിഭ. പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫുട്ബോൾ ഫിലിം ഫെസ്റ്റിവൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ സംസാരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പെരുന്തൽമണ്ണ നജീബില്ലേ, മറ്റേ MLA, അദ്ദേഹം ഒന്നുമായിട്ട് ചേർന്നിട്ട് അതിജീവനത്തിൻ്റെ സിനിമകളുടെ ഒരു ഫെസ്റ്റിവൽ. ഇപ്പം അതൊരു വലിയ പ്രശ്നമാണ്, ലൈക്ക് പെർസുവേഷൻ ടു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ. അപ്പം അത് തന്നെ മറ്റേ അത്തരം പടങ്ങളുണ്ട്. ഇപ്പം അത് ഭയങ്കരമായിട്ട് സമകാലികമായിട്ട് പ്രസക്തിയുണ്ട്. കാരണം ഈ വാറിൻ്റെ ഒരു പ്രശ്നം വന്നതോടുകൂടി മിഡിൽ ഈസ്റ്റിലുണ്ടായ ബാധിക്കുന്നത് മലപ്പുറത്തിനെ ഒരുപാട് ബാധിച്ചു. ഒരുപാട് അതിജീവനത്തിൻ്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അതിജീവനത്തിൻ്റെ കഥകൾ കാണിക്കുന്ന സിനിമകൾ കാണിച്ചുകൊണ്ട് ഒരു മോട്ടിവേഷണൽ ഡിസ്കഷൻസൊക്കെ ഉണ്ടാക്കി ഒരു ഫിലിം ഫെസ്റ്റിവൽ. സോ സിനിമ ഈസ് നോട്ട് ഓൺലി ഫോർ എൻ്റർടൈൻമെൻറ്റ് ബട്ട് ഓൾസോ ഫോർ വുമൺ എംപവർ, യൂത്ത് എംപവർമെൻറ്റ്, എഡ്യൂക്കേഷൻ. ഞാനതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സിനിമ മാർക്കറ്റിങ്ങിന് പഠിക്കാൻ പറ്റില്ല, ഗാനിൻ്റെ സിനിമ ടീം ബിൽഡിങ്ങിന് പഠിക്കാം, മാനേജ്മെൻറ്റ് സ്റ്റഡീസിന്. ചക് ദേ ഇന്ത്യ എങ്ങനെയാണ് ഒരു പിഗ്മാലിയൻ എഫക്റ്റ് ലൈക്ക് ഒരു സാധാരണ ടീമിനെ വിന്നിങ് ടീമായിട്ട് എങ്ങനെ മാറ്റാൻ പറ്റുന്നുള്ളത് നോക്കാൻ പറ്റുമോ. സോ ലൈക്ക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സിനിമ നമുക്ക് എന്താണ് സ്പേസ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. സാർ നമ്മൾ ഈ 94 മുതൽ 2004 കാര്യങ്ങളിൽ ഇപ്പോൾ പറഞ്ഞു വന്ന്, അതിൻ്റെ ഇടയ്ക്കാണ് എക്കണോമിക് ടൈംസിൻ്റെ റിപ്പോർട്ടിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു വന്നത്.
ഇതിൻ്റെ ഇടയ്ക്കാണ് സാറിന്റെ ചില വർക്കുകൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത്. അതായത് സാറ് ചെയ്ത ചില ഇപ്പൊ എന്താ പറയുക ഇപ്പൊ ഭയങ്കര പൊക്കമുള്ള ചില റൂഫുകളുടെ വർക്കുകളും ഒക്കെ. അത് ഞാൻ പറഞ്ഞ സ്പാനാണ്. ആ അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂസിക്കോട് സ്റ്റേഡിയം, ഞാൻ ഗൾഫാർ എന്ന് പറയുന്നത് 25 മീറ്റർ സ്പാനിലെ ആദ്യത്തെ സ്ട്രക്ചർ കൺവെൻഷൻ സെന്റർ. കൺവെൻഷൻ സെൻറ്റർ. പക്ഷെ ഞാൻ യൂസിക്കോട് സ്റ്റേഡിയം എന്ന് പറയുന്നത് 50 മീറ്റർ 150 അടി കോളമില്ലാത്ത തൂണില്ലാത്ത ആദ്യത്തെ വർക്കാണത്. അപ്പോൾ അതിന് വർക്കേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല പണിയാൻ പറ്റിയ. ഞാനിത് പഠിച്ച് ടെക്നിക്കലി തിയറിറ്റിക്കലി ഞാൻ എല്ലായിടത്തും പോയി പഠിച്ചു. ഞാൻ ടാറ്റ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ അവിടെ പോയി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ബിർളയുടെ വന്നിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഞാൻ പോയിട്ട് സിമെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ടെക്നിക്കലായിട്ട് IIT ആയിട്ടും റിസർച്ച് സെൻ്ററായിട്ടൊക്കെ എനിക്ക് ടൈപ്പ്. കാരണം ഞാൻ ഇന്ത്യൻ കോമ്പറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൺവീനറാണല്ലോ. എല്ലാ സയൻറ്റിസ്റ്റുകളായിട്ടും ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുള്ളവരായിട്ട് ലൈക്ക് രാജാറാം സാറ്, അപ്പാറാവു സാറ്, അങ്ങനെ എല്ലാ ഇന്ത്യയിലെ തലമൂത്ത ജീനിയസുകൾ ഈ പുസ്തകം എഴുതിയേക്കണ. അപ്പോൾ ഇവർക്ക് ഞാൻ ഇവരുടെ പെട്ടി നോക്കി കൂടെ ഉണ്ട്. ഈ അസിസ്റ്റൻറ്റിൽ ഞാൻ പഠിക്കാനായിട്ട് അപ്പോൾ ഭയങ്കര കാര്യമാണ് തന്നെ. അപ്പോൾ ഞാനൊരാളാണ് ആക്ച്വലി നോൺ എൻജിനീയർ. അപ്പോഴാണ് ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിനെ ഞാൻ ഇവിടെ നിന്ന് വെള്ളക്കോങ്കി USA പോയി ഈ സാധനം സർട്ടിഫിക്കറ്റ് കോഴ്സിന് പോയത്. അപ്പോൾ ഇവരുടെ എല്ലാ ഇൻവെൻഷൻസിനായി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടുക. ഇവരാണ് എന്നെ പഠിപ്പിക്കുന്നത്. ഈ രാജാറാം സാർ വന്നിട്ടില്ല. അപ്പോൾ 3 കോളത്തിൽ നിൽക്കുന്നതിൽ 2 കോളത്തിലൊക്കെ എനിക്ക് സ്ട്രക്ചർ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ 3 കോളം ഇവിടെ ചെയ്തിട്ടുണ്ട് പോണ്ടിച്ചേരിയിൽ. 3 കോളത്തിൽ നിൽക്കുക. കുറേ നാൾ ഇവർക്ക് പേടിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ താഴെ വണ്ടിയൊക്കെ ഇടാൻ. കാരണം ഒരു കോളമില്ല, നിലം പതിക്കുമെന്നല്ല. ഒരു പിന്നീട് അവിടെ ഒരു കൊടുങ്കാറ്റ് വന്നപ്പോൾ ബാക്കിയൊക്കെ സാധനം വേണം, ഇത് വീടില്ല. ഞങ്ങൾ ഭയങ്കര സ്ട്രോങ്, ഭയങ്കര ഇത്. അതേപോലെ തന്നെ പുറപ്പോഴേക്ക് P. ജോസഫ് സാറ് PWD മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഞാൻ പുള്ളിയുടെ ഒരു നേർച്ചയുടെ വന്നിട്ടുള്ള ആ റൂഫ് മുമ്പ് ചെയ്തിട്ടുണ്ട്. വിൻഡ് വന്ന് പൊക്കിക്കൊണ്ട് പോകുന്ന ശരിക്കും വന്നിട്ടുള്ള ഒരു അപ്പവും ഈജിൻ്റെ ഷേപ്പിലൊക്കെയാണ് അത് ചെയ്തേക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റീലിൽ വന്ന് കോതാട് പള്ളി എന്ന് പറഞ്ഞത് ഡയഗ്രീഡ് സ്പേസ് ഫ്രെയിംസ്, ഓർത്തോഗ്രീഡ് സ്പേസ് ഫ്രെയിംസ് എന്ന് പറഞ്ഞ സാധനം. പക്ഷേ രാമസ്വാമി സാറാണ് ആക്ച്വലി വന്നിട്ടുള്ള ഈ സ്പേസ് ഫ്രെയിമിൻ്റെ ജീനിയസ് അദ്ദേഹത്തിന്. അപ്പോൾ അത് ഞാൻ ഇവരുമായിട്ട് എല്ലാവരുമായിട്ട് ബന്ധമുണ്ടായി. ഈ സയൻറ്റിസ്റ്റുകൾ, ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള സയൻറ്റിസ്റ്റുകളായിട്ട് പെട്ടെന്ന് ഞാൻ പോപ്പുലറായി അവരുടെ ഇടയിൽ. കാരണം ഞാനൊരു നോൺ ഫിലിം ഫീൽഡിൽ നിന്നൊരു സ്റ്റാറ്, തമിഴ് പടം അത്രയും ഭയങ്കര ഇവന്മാർ എന്നെ ഭയങ്കരമായിട്ട് വന്ന്. അപ്പോൾ ഇവർ വന്ന് പഴയ സകല കലാപരമായ നടികർ അവരുടെ വീട്ടിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ എൻ്റെ വലിയ കാര്യം. അപ്പോൾ ഞാൻ ഇവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് പഠിക്കാൻ നിൽക്കുമല്ലേ. അപ്പോൾ ഇവർ നോക്കുമ്പോഴത്തേക്കും ഒരു കാലത്ത് ഞാൻ ഇവരെ കോമ്പറ്റീറ്റർ ആവില്ല. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെ ആവശ്യമുണ്ടായിരുന്നു അവരുടെ കാര്യങ്ങൾ. അങ്ങനെ എന്നെ അവർ ഇന്ത്യൻ കോൺഗ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേരള ചാപ്റ്ററിൻ്റെ 11 ചാപ്റ്ററുകളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ ഇന്ത്യൻ കൺസ്ട്രക്ഷൻ്റെ കോഡ് നിശ്ചയിക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് ഞാൻ ജീവിച്ചത്. അപ്പോൾ എനിക്കെന്താ പറഞ്ഞാൽ ഞാനിവിടെ ഇഷ്ടംപോലെ ക്ലാസ് എത്തുന്ന ഫെഡോല് സിനിമയുടെ സ്റ്റീലിൻ്റെ സിനിമ ക്ലാസ് ഞാനിവിടെ പല എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പ്രസൻറ്റേഷൻ നടത്തിയിട്ടുണ്ട്. അല്ല ഇതിൻ്റെ എല്ലാവരും ഞാൻ ഏതാണ്ട് കാരണം പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരെ എന്നെ കറക്റ്റായിട്ട് പഠിപ്പിച്ചു തരുവാണേ. അതിൻ്റെ ദർ ഇസ് എ കോമൺ സെൻസ് കൂടി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് ശാന്തകുമാർ സാറ് സിസിമിക് മീൻസ് ഈ ഭൂമികുലുക്കത്തിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ടാകുന്ന ഫൗണ്ടേഷൻ്റെ അതിന് സ്പെഷ്യലൈസ്ഡാണ്. നമ്മുടെ ഇവിടെ ഗവൺമെൻറ്റിൽ ഞാനിവിടെ P. ജോസഫ് സാർ ഉണ്ടായിരിക്കുമ്പോൾ IITയുടെയും തലമുടി റിസർച്ച് സെൻറ്ററിൽ നിന്നൊക്കെ ഉള്ള പ്രൊഫസേഴ്സിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളിക്ക് വേണ്ടിയിട്ട്. ഇവിടെ പാലത്തിലൊക്കെ ക്രാക്ക് ഉണ്ടാക്കുമ്പോൾ അത് എന്താണെന്നൊക്കെ അന്വേഷിക്കാറ്. കാരണം ഞാൻ ഇവരുടെ കൂടെയാണ് ജീവിക്കുന്നത്. ഞാൻ എന്തിനേയും പാഷനായിട്ട് കാണുക. അപ്പം ഞാൻ അതിനകത്ത് ആഴത്തിൽ പഠിക്കും. എന്നെ അമ്മ കളിയാക്കും. ഞാൻ ഈ രാത്രിയൊക്കെ ഉറക്കം കളിച്ചുകൊണ്ട് ഞാനിങ്ങനെ കണ്ടിരുന്നുണ്ട്. ഈ ഡ്രോയിങ് വായിക്കണമല്ലോ. അപ്പോൾ ഈ ഡ്രോയിങ് നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ അമ്മ എന്നെ കളിയാക്കും. പഠിക്കാൻ പറഞ്ഞപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സിനിമ എന്ന് പറഞ്ഞ് ഞാൻ പോയി. അമ്മ ഡോക്ടർ അല്ലേ? അപ്പോൾ ഞാനൊരു എഞ്ചിനീയർ ആവുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ അവിടെ ഒന്നുമില്ലാതെ ഞാൻ സിനിമ പഠിക്കാൻ പോയി. അപ്പോൾ ഇപ്പോൾ ഒന്ന് കുത്തിയിരുന്നിട്ട് എഞ്ചിനീയറിംഗ് പരിപാടികളല്ലേ. അത് പെട്ടെന്ന് എനിക്ക് കാരണം ഈ ജോമെട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.
അപ്പോൾ ജോമെട്രിക്കലി ഷേപ്സിനെ ഞാൻ അതിനകത്തേക്കുള്ളതും അതിൻ്റെ എങ്ങനെ ഷേപ്പ് സ്ട്രെങ്ത് കൂട്ടുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ നമ്മൾ റായൊക്കെ ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ മുട്ടയൊക്കെ ഇങ്ങനെ ഒന്ന് പൊട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കൺസ്ട്രക്ഷനിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഷേപ്പ് ആൻഡ് ഫോം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സോ എനിക്ക് അതിൻ്റെ ജോയിൻസുകൾ ഉണ്ടാക്കുന്നതിൽ ഞാൻ ഭയങ്കര സ്പെഷ്യലായി. ഞാനിങ്ങനെ ഇന്നൊരു ഓരോ ഐഡിയാസ് പറയാൻ. അപ്പോൾ ഇവരെന്നെ കളിയാക്കിയായിട്ട് നീ കഴിഞ്ഞ ജന്മത്തിൽ തച്ചനായിരുന്നിരിക്കുന്നത്, നീ ഇത് എവിടെ നിന്നാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സാർ ഇത് ഒരു കാര്യം കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്തതിലേക്ക് പോകാൻ നമുക്ക് ഈസി ആയിരുന്നു. കാരണം ഇത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും വെയിറ്റ് കാര്യങ്ങൾ എല്ലാം. നമുക്കൊരു വിഷ്വൽ മാത്തമാറ്റിക്സ് ഉണ്ട് നമ്മുടെ മൈൻഡിൽ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ സബ്ജക്റ്റ് വിഷ്വൽ ലിറ്ററസി ആൻഡ് വിഷ്വൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പം നമ്മൾ പെട്ടെന്ന് നമ്മൾ കണക്ക് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു വെള്ളമുണ്ട്, നിങ്ങൾ പെട്ടെന്ന് ഒന്ന് ചാടണമെങ്കിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഫോഴ്സ് കൊടുക്കണം എന്ന് നിങ്ങൾക്കറിയാം. അറിയാൻ പറ്റും. മനസ്സിൻ്റെ ഒരു കണക്കുണ്ടാവും. ഉണ്ടാവും. നിങ്ങൾ വണ്ടി ഓടിക്കുക, ആലോചിച്ചു, നമ്മുടെ മുമ്പിലൊരു വണ്ടിയുണ്ട്, ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു. നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും എത്ര സ്പീഡിൽ പോയാൽ ഇത് ഓവർടേക്ക് ചെയ്ത് ആ വണ്ടി വരുന്നതിനുള്ളിൽ കയറാമെന്നുള്ളത്, അല്ലേ? ഈ വിത്തിൻ സെക്കൻഡ് നിങ്ങൾ ഇതിൻ്റെ വെലോസിറ്റി, ഇതിൻ്റെ കിലോമീറ്റർ, അവൻ്റെ കിലോമീറ്ററിൻ്റെ വെലോസിറ്റി, ഇതൊന്നും നിങ്ങളൊന്നും മെഷർ ചെയ്യണ്ട. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ വിഷ്വലി ഇത് മാത്തമാറ്റിക്സിൽ നിങ്ങൾ ഇവൻ ഈ സ്പീഡ് അവൻ ആ സ്പീഡ് ഈ സ്പീഡിൽ ഞാൻ എടുത്താൽ എനിക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോകാമെന്നുള്ളത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നിങ്ങളുടെ മൈൻഡ് ചെയ്യും. ഞാൻ ബ്രെയിൻസ് ആർ ആക്ച്വലി ഉണ്ടല്ലോ, നമ്മളതിന് നമ്മുടെ ബ്രെയിനിൽ ഡിഫോൾട്ടായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും ഇമേജിനെ വായിക്കാനും അതിനെ കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്കറിയാം. സോ ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്. ലേ മെറിഡിയൻ്റെ കൺവെൻഷൻ സെൻറ്റർ പണിഞ്ഞതിൻ്റെ പിന്നിലും ഒരു രസകരമായ കഥയും എന്താ പറയുക, സാർ അതിൻ്റെ അകത്ത് പിച്ച് ചെയ്തൊരു രീതിയും ഭയങ്കര രസമാണെന്ന് കേട്ടിട്ടുണ്ട്. ഓ യെസ് യെസ് യെസ്. അതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പിച്ച് ചെയ്തതല്ല, അത് വന്നു വീണതാണ്. അപ്പോൾ കാലിക്കറ്റ് വന്ന് ആർക്കിടെക്ട് മീറ്റ്സ് സ്പോൺസേഡ് ബൈ ടാറ്റ ഉണ്ടായിരുന്നു, ടാറ്റ സ്റ്റീൽ. സോ ടാറ്റ സ്റ്റീലിനെ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ പോയി. അപ്പം ഞാൻ പ്രസംഗിക്കുന്ന സമയമായപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഈ തിയേറ്ററിന് എവിടെയൊക്കെ സ്പേസ് ഉണ്ട് അവിടെയൊക്കെ ഞാൻ എൻ്റെ ഈ ആർട്ട് കാര്യങ്ങൾ ഉപയോഗിക്കുക. എനിക്കതാണല്ലോ, വേറെ ഞാൻ ഇതിലേക്ക് വന്ന അതിനാ, ഞാൻ പഠിച്ചതിന് ഉപയോഗിക്കാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനാണ് ഞാനിതിലേക്ക് ജമ്പ് ചെയ്തത്. ഒരു ഈ പപ്പടസുന്ദർ അപ്പൂസ് കഴിഞ്ഞ ഹിറ്റായപ്പോൾ തന്നെ ഞാൻ അതിനകത്തൊരു തീരുമാനം നിർത്തുക. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എനിക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനൊരു പ്ലാറ്റ്ഫോം കിട്ടിയിരിക്കുക എൻ്റെ വേറൊരു തരത്തിലേക്കുള്ള ഒരു ലൈഫിലേക്ക്. കാരണം നമ്മുടെ ഈ ഐഡിയ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഐഡിയ വന്നാൽ ഇത് എങ്ങനെ കാണിക്കണം എന്നുള്ളത് നമ്മൾ വീർപ്പ് കിട്ടും, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഐഡിയ എങ്ങനെ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താണ് അത് നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഇരിക്കുന്ന ഒരു സമയമാണത്. അപ്പോഴാണ് ഈ ഒരു സാധനം കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ അതിനകത്തേക്ക് നമ്മുടെ പ്രേമൻ എന്ന് പറയും, ഈ എറണാകുളം അമ്പലത്തിലെ ഒരു പൂതെടുക്കുന്ന ജോലിക്കാരനാണ്. വണ്ടർഫുൾ ആർട്ടിസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി കഥകളി പഠിച്ചിട്ടുണ്ട്, കൂത്തറിയാം, കൂത്തൊക്കെ വന്നിട്ടുള്ള പുള്ളിക്ക് എല്ലാത്തിനും ആർട്ടിൻ്റെ ഫോമിൽ ട്രഡീഷണൽ ആർട്ട് ഫോമുകൾ അറിയാവുന്ന ഒരുത്തൻ. ലോകധർമ്മിയിലെ മറ്റേ ചന്ദ്രഹാസൻ്റെ റൈറ്റ് ഹാൻഡ്. അങ്ങനെ അവനെ വെച്ചാണ് ഈ ഡ്രാമ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വന്നിട്ട് ഒരു തിയേറ്ററിക്കൽ ഫോം, ഒരു തച്ചൻ്റെ ദുഃഖം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കുക ആ വേദിയിൽ. കൊറോഷൻ റെസിസ്റ്റൻറ്റ് സ്റ്റീലിനെ വിൽക്കാനാണ്. അപ്പോൾ കൊറോഷനെതിരായിട്ടുള്ളൊരു സാധനം പറയുക എന്നുള്ളതാണ്. അത് എത്ര പറഞ്ഞാലും വന്ന് ഞാൻ ടെക്നിക്കൽ പറയുന്നതിനേക്കാളും നല്ലത് ഒരു തിയേറ്റർ ഫോം. അങ്ങനെ ഒരു തച്ചൻ കേരളത്തിലേക്ക് വരുന്നതും അവൻ അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത്, കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്, ഒരു ബിൽഡിങ് ചെയ്യുന്നതും, അവനതിനകത്ത് നിന്ന് ഡാൻസ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ട് ഒരു കൺസ്ട്രക്ട് ചെയ്യുന്നതും, അതിനെ ഭംഗിയൊക്കെ ആസ്വദിക്കുമ്പോൾ തണ്ടർ വരുന്നതും പേടിച്ച് മാറുന്നതും, അവനെ പിന്നീട് കാണുന്ന അവൻ്റെ ബിൽഡിങ്ങുകൾ ഇങ്ങനെ തകർന്ന് വീഴുന്നത് കാണുന്നതും, അവനതൊരു വിഷമിച്ച് പോയി അതിനെ രക്ഷപ്പെടുത്താൻ ഇതിനെ പിടിക്കാനായിട്ട് നോക്കുന്ന തകർന്നു വീഴുന്ന അവൻ്റെ ബിൽഡിങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങോട്ടിലേക്ക് വീഴുക. അവിടെ നിന്ന് അവനെ എനിക്കാണ് താണ്ഡവത്തിലേക്ക് മാറി ഇങ്ങനെ ഡാൻസ് ചെയ്ത് താണ്ഡവം ആടി This is a warning to you. There are 4,000 crores rupees worth of building getting abandoned in Kerala because of corrosion. അങ്ങനെ അപ്പോഴാണ് എൻ്റെ സലീം സാർ പറഞ്ഞോ, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഫാമിലി കൊണ്ടുവന്നത്, ഇങ്ങനെ തിയേറ്ററൊക്കെ ഉണ്ട്. ഇതൊരു എഞ്ചിനീയറിങ് സാധാരണ കളക്ടർ വന്നിട്ട് നമ്മുടെ ഒരു നല്ല കവിതയൊക്കെ എഴുതുന്ന ഒരു കളക്ടറായിരുന്നു.
ആ സമയത്ത് കോഴിക്കോടിലാണ്. ഇത് ഭയങ്കര കാര്യമായി എന്നെ. ഞങ്ങൾ പുള്ളിയൊക്കെ ആയിട്ട് കമ്പനിയായി ഭയങ്കര ഒരു ഇൻഡിവിജ്വൽ സ്പേസ് ഇരിക്കുന്നതും ഇതൊരു ഉഗ്ര സംഭവമാണല്ലോ. അപ്പോഴാണ് പിറ്റേ ദിവസം നിങ്ങൾ ആ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ സലീം സാറിൻ്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ ഗൾഫാർ എന്ന് പറഞ്ഞൊരു കൺവെൻഷൻ സെൻറ്റർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ടാറ്റയുടെ സ്റ്റീൽ വെച്ചിട്ട് ഒരു ടേൺ കീ പ്രോജക്റ്റ് ആയിട്ട് ചെയ്യാമോ? ടേൺ കീ എന്ന് പറയും നമ്മൾ കൺസെപ്റ്റ് അടക്കം ഡിസൈൻ അടക്കം കൺസ്ട്രക്ട് ചെയ്ത് തിരിച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ എല്ലാം ടേൺ കീ പ്രോജക്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് ടാറ്റയും സ്ട്രക്ചർ റിസർച്ച് സെൻ്റർ SCRC തരമണി അവിടുത്തെ പ്രൊഫസേഴ്സും IITയിലെ പ്രൊഫസേഴ്സും അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഇവരുമായിട്ട് ഞാൻ ലിങ്ക്ഡാണ്. അപ്പോൾ അവരാണ് എൻ്റെ വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ ഡിസൈൻസുകൾ അവർ ചെയ്ത് നോക്കി എനിക്ക് തരും. ഞങ്ങൾ അവരുമായിട്ട്, കാരണം അത് ഞാൻ ടാറ്റയുടെയും ബിർളയുടെയും കമ്പനി മുഖാന്തരം ഇവരുമായിട്ട് ആവുകയും ഇവരുടെ ടെക്നോളജീനെയാണ് ഞാൻ കൊണ്ടുവരാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവർ വളരെ സിംപ്ലിഫൈഡ് ലെവലിലേക്ക് അവരുടെ ടെക്നോളജി ബേസിക്കലി അണ്ണാമല യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അത് ശാന്തകുമാർ സാറിൻ്റെ ടെക്നോളജി ആയിരിക്കും ഞാൻ ഉപയോഗിക്കുന്നത്. മനസ്സിലായ? അപ്പോൾ അതിനെ ഞാൻ കൊണ്ടുവന്ന് അതിനകത്തേക്ക് യൂസ് ചെയ്യുന്നത്. 2024 എന്ന് പറയുമ്പോഴേ ആക്ച്വലി നമ്മളൊക്കെ AI കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന കാലത്ത് സാറ് ഇതും സിനിമയും തമ്മിൽ ബന്ധിപ്പിക്കാമെന്ന് സാർ അന്ന് എഴുതി. ഞാൻ AI ദ ഫ്യൂച്ചർ ഓഫ് സിനിമ എന്ന് പറയുന്ന ബുക്ക് എനിക്ക് ഷാർജ ഇൻ്റർനാഷണൽ ഞാൻ 2023 എഴുത്ത പുസ്തകം. അത് ഈ പറഞ്ഞ സിനിമയുടെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് അങ്ങനെ വിഷൻ ഉണ്ടായതായിരിക്കും. അല്ല, 2023 ഞാൻ എഴുതിയായിരുന്നു. അതെന്ന് പറഞ്ഞാൽ 2003 ജൂലൈ ഓഗസ്റ്റ് സമയത്താണ് ഞാൻ ആ പുസ്തകം തീർത്തത്. അപ്പോൾ ഞാൻ ആ സമയമായപ്പോൾ എനിക്ക് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ ലേറ്റായി. പിന്നെ ഒരു വർഷം വെയിറ്റ് ചെയ്തു ആ ബുക്ക് ഞാൻ അതിൻ്റെ മനുകോപ്പിയായിട്ട്. അതിനെ ഞാൻ ലിബിയോട് സംസാരിച്ചപ്പോൾ അവരത് റിലീസ് ചെയ്യാം. അപ്പോൾ അവർക്ക് ആദ്യം അന്ന് 23 ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ഐ എം നോട്ട് റെഡി, കാരണം എനിക്കൊന്ന് വാലിഡേഷൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെ വാലിഡേഷൻ ചെയ്ത് ഞാൻ വെച്ച് തന്നെ വാലിഡേഷൻ ചെയ്ത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ആ പുസ്തകം എഴുതുന്ന ഒരു ആക്സിഡൻറ്റിലാണ്. ഞാൻ ഈ യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലമായിട്ട് ഒരു മാസം കിടപ്പായി. ആ കിടന്ന സമയത്ത് ഞാനപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുമായിരുന്നു. കാരണം അത് 20 തൊട്ട് അത് പോപ്പുലറാണ് പുറത്ത്. ഞാൻ മിഡിൽ ഈസ്റ്റിലാണല്ലോ. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട്. ഞാൻ എപ്പോഴും ഇന്ത്യയിൽ ഇപ്പം മോർ ദാൻ 12,000 GB ഉണ്ട് മെറ്റീരിയൽ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ AI ഞാനിപ്പോൾ പുതിയ കാര്യങ്ങൾ, പുതിയ തിങ്കിങ് എന്താണ് അഫക്റ്റ് തിയറി, അങ്ങനെ പുതിയ എന്ത് തിങ്കിങ് ഉണ്ടായാലും ഞാൻ അപ്പം തന്നെ എന്ത് റിസർച്ചാണ് നടക്കുന്നത് ഇപ്പോൾ ഓരോ സ്ഥലത്തും, ടെക്നോളജിയിൽ എന്താണ്, ഞാൻ നമ്മളുമായിട്ടുള്ള ഫീൽഡുമായിട്ട് ബന്ധപ്പെടേണ്ട ലൈക്ക് സോഷ്യോളജിക്കലി, ഫിലോസഫിക്കലി, സൈക്കോളജിക്കലി ഉണ്ടായിരിക്കുന്ന പുതിയ ചിന്താധാരകൾ എന്താണെന്ന് ഞാൻ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ അതിനെ മനസ്സിലാക്കി അതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കുന്നത് എൻ്റെ ഒരു പതിവ് സ്വഭാവം തന്നെയാണ്. സത്യം. സാർ, നമ്മളിപ്പോൾ സാറിൻ്റെ കൺസ്ട്രക്ഷൻ സൈഡിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും റിസർച്ചിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഫിലിം ഫെസ്റ്റിവലുകളിലെ ക്യൂറേറ്ററിൻ്റെ എന്നുള്ള കഥയും പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ നമ്മൾ സിനിമയിലേക്ക് വന്നില്ലെങ്കിൽ സാറിന്റെ സിനിമാ താരം എന്നുള്ള സൈഡ് ഇഷ്ടമുള്ള ആൾക്കാരെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ചോദിച്ചില്ലെന്നേക്കും. അപ്പം നമുക്ക് ഇതിനകത്ത് വളരെ ചെറിയ വേഷമാണെങ്കിലും കെട്ടിയോളാണ് എൻ്റെ മാലാഖയിലെ ആ ഒരു കമ്പനിക്കാരൻ്റെ റോൾ ഉണ്ടല്ലോ, അതും നമുക്ക് എടുത്തോ, നമുക്കൊരു വെറൈറ്റി ഐറ്റം പിടിച്ചാലോ എന്ന് പറയാം. കാരണം അതൊരു 2 കാരണമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ആ റോള് അത് സിനിമയുടെ വഴിത്തിരിവാണോ റോള്? അത് തന്നെ, അത് അവൻ്റെ റൈറ്റർ, അവനാണ് ഈ ഡയറക്ടറെ കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നെ. അവനെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മാങ്കുളത്ത് പോയി താമസിച്ചു, ആനക്കുളത്ത്. അവിടെ റൂം എടുത്ത് തന്നത് ഞാൻ അത് ഈ രഞ്ജൻ പ്രമോദിന് വേണ്ടിയിട്ട് ഞാൻ എന്നും എപ്പോഴും എഴുതാൻ പോയ സമയം അത് വർക്ക് ചെയ്ത സമയത്ത് ഇവൻ അവിടെ ഉണ്ട് ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സ്ഥലം എടുത്ത് തന്നതും കാര്യങ്ങൾ എടുത്ത് തന്നതും എല്ലാം വന്ന് ഈ പറയാം, മനസ്സിലായ. അപ്പം അതുകൊണ്ട് എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് കാര്യം ചെറുതാണ്, പക്ഷെ ഇതാണ് ഇമ്പോർട്ടൻ്റ്, ഇത് ചേട്ടൻ ചെയ്താലേ വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ കഥ എഴുതുമ്പോൾ തൊട്ട് വേറൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫിഗർ മുഴുവനും മനസ്സിൽ വെച്ചിരിക്കുക. എൻ്റെ മുടി എങ്ങനെ വേണം, എൻ്റെ താടി എങ്ങനെ വേണം, എൻ്റെ ഇവിടെ എങ്ങാണ്ടും ഒക്കെ ഒരു സാധനം വെച്ചിട്ട് ഇത്രയും വരെ ഒരു മിനുക്കോണിയൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. അതൊക്കെ ഇവർ ചെയ്ത് മനസ്സിൽ കണ്ടുകൊണ്ട് വന്നേക്കുക. അപ്പം ഞാൻ പറഞ്ഞു ശരി. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ,
നീ അത്രയും ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ അതിനകത്തേക്ക് അവൻ്റെ മനസ്സിലത് കണ്ടേക്കാണ്. ഞാനെന്ത് ട്രെയിലർ മെയ്ഡാണ് അതിനകത്തേക്ക്. അപ്പം അതുകൊണ്ട് എന്താ പറഞ്ഞാൽ അങ്ങനെ ബോംബെ രവി എന്ന് പറയുന്ന കഥാപാത്രം വേറെ ഒന്നുമല്ല, അത് രവീന്ദ്രൻ. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് ചെയ്യാന്നുള്ളതെന്ന്. അങ്ങനെയാണ് അത് ചെയ്തത്. ശരിക്കും ഞങ്ങൾ ത്രില്ലാവുമായിരുന്നു. അതിൽ ഒരു സാധനം ഞങ്ങൾ ആഡ് ചെയ്തായിരുന്നു ആക്ച്വലി. ഈ മറ്റേ ബാറിലൊരു സീനുണ്ട്. ബാറിൽ വന്നിട്ട് ബേസിൽ മറ്റേ ആസിഫ് അലിയും കൂടി ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവരെ കണ്ടിട്ട് ഞാൻ പോയി വിശേഷം അന്വേഷിക്കണ്ടേ, ഞാൻ ത്രില്ലായിട്ട്. അവർ ഭയങ്കര ദുഃഖത്തിലിരിക്കുക, മഹാപ്രശ്നത്തിൽ, ജീവിതത്തിൽ ഇത്രയും മനസ്സോടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്കതൊന്നുമല്ല, എനിക്കിത് അറിയേണ്ടത് വന്നിട്ട് എങ്ങനെയാണ് സംഭവിച്ചത്, അതിൻ്റെ ഒരു അതറിയാനുള്ള അതിൻ്റെ ആ ത്രില്ലിലാണ് ഞാൻ ചെയ്യുന്നത്. എന്നാലും സാധിച്ചല്ലോ നീ, എന്താണ് നീ ചെയ്തതെന്നറിയാം. അപ്പോൾ ശരിക്കും ആ സീനിന് അവിടെ അവസാനിക്കുന്നത് ബേസിൽ ചൂടായിട്ട് ഞാൻ പ്രായം നോക്കൂല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചൂടായിട്ട് പോകുന്നതാണ് സീൻ അവസാനിക്കുക. അപ്പം ഞാനതിനെ ഈ കഥാപാത്രമായിട്ട് മാറിയിരിക്കല്ലേ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചാൽ ഞാൻ അതിനകത്തൊരു ആഡ് ചെയ്തു. ഇത് പോയി കഴിയുമ്പോൾ ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇവനീ പറഞ്ഞൊന്നും ഈ പ്രായം നോക്കില്ല തന്നെ. ഞാൻ പറഞ്ഞു നീ പറയാം, ഞാനത് എന്നാലും എന്തായിരിക്കും നടന്നത് പറയാം എന്ന് ഞാൻ ആലോചിക്കുകയും ഞാൻ കുളിർ കൊള്ളുന്ന ഒരു സാധനം കൂടി ഞാൻ ആഡ് ചെയ്യട്ടെ എന്ന് വെച്ചു. ഒന്നും ചെയ്തോളാൻ പറഞ്ഞു. അത് ഞങ്ങൾ ലൊക്കേഷനിൽ ചിരിയോടെ ബഹളമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവർ വന്നിട്ട് ചുമ്മാ ഞാൻ പ്രായം നോക്കില്ല ബേസിൽ വന്ന്, അതുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ട് മനുഷ്യന് തീ പിടിച്ചിരിക്കുന്ന സമയത്താണ് ഓരോ ചോദ്യം. പുള്ളിയൊക്കെ പോകും, നീ പോടാ എന്നിട്ട് എന്നാലും എന്തായിരിക്കും നടന്നത്. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാനത് ആലോചിച്ച് ഒരു കുളിരുകൊള്ളു. അത് ഭയങ്കര ചിരി, കാരണം അത് ആ കഥാപാത്രമായിട്ട് ഞാനങ്ങ് മാറുമായിരുന്നു. അപ്പോൾ ഞാൻ അറിയാതെ ഈ ഒരു സാധനത്തിനെ നമ്മളിലേക്ക് തന്നെത്താനെ വന്നതാണ്. അതാണ് ചില സമയത്ത് നമ്മൾ എൻജോയ് ചെയ്ത ആ കഥാപാത്രമായിട്ട് മാറുമ്പോൾ നമ്മൾ അതിൻ്റെ പല ബോഡി ലാംഗ്വേജ്, അത് ശരിക്കും ബെന്നി ബ്രെയിനുണ്ട്. ഒരുപാട് സാധനങ്ങൾ അങ്ങനെ കടകടകടകടാന്ന് കയറി മാറി മാറി വരും. ഒരുപാട് സന്തോഷം സാർ, സംസാരിക്കാൻ കഴിഞ്ഞ്. നമ്മൾ സിനിമ പറഞ്ഞു, ക്യൂറേറ്റർ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതേപോലെ ഡിസൈനർ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, ജെൻ സിയോടുള്ള സാറിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതൊരു വമ്പൻ സംസാരം മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ സമയത്ത് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഞാൻ എന്തോരം സംസാരിക്കുന്നു, എന്ത് സംസാരിക്കണം എന്നുള്ളതിനകത്തൊന്നും കൺട്രോൾ ഇല്ലാത്തവരാ. ഞാനങ്ങ് സംസാരിച്ചു പോകും ഉള്ളിത്. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ഐ എം ട്രാവലിംഗ് ത്രൂ മൈ മെമ്മറീസ്, മനസ്സിലായ അതായത് ജേർണി ഇൻ വേർഡ് ആക്ച്വലി. ഇത് സംസാരിച്ചു പോകുന്നു. തന്നെ നിങ്ങളെ ഹാപ്പി ആക്കിയിരുന്നെങ്കിൽ സപ്പോസ് ഇഫ് ഇറ്റ് വർക്ക്സ് ഔട്ട് ഗുഡ്. താങ്ക് യു. ഓക്കെ ഫൈൻ, താങ്ക് യു.